കടന്ന രാത്രിയിൽ നമ്മൾ വിശകലനം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോട് അനുബന്ധിച്ചു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാബിലോൺ എന്നറിയപ്പെടുന്ന ഒരു നഗരരാഷ്ട്രത്തിനുണ്ടാകാവുന്ന പരാജയം, ആ നഗരം തകരും എന്നതിനെ ചൊല്ലിയുള്ള ഒരു പ്രവചന ഭാഗം വായിച്ചുകൊണ്ടാണ് നമ്മൾ വചനം വിശകലനം ചെയ്തത്. അതോടനുബന്ധിച്ച് എന്തിനാണ് ദൈവം ഈ നഗരത്തെ നശിപ്പിക്കുന്നതെന്നും അത് സംബന്ധിച്ചുള്ള ചരിത്രമെന്തെന്നും ഒക്കെ വിശകലനം ചെയ്ത വഴിക്ക് ബൈബിൾ സംഭവങ്ങളുടെ ഏറ്റവും ശക്തമായ ഭൂമിക അതാണ് ബാബിലോണെന്നും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം മുതൽ അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നെന്നും ആ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ സ്ഥാപകൻ നിമ്രോദായിരുന്നെന്നും പിൽക്കാലത്ത് ഈ നിമ്രോദ് ആ രാജ്യത്ത് രാജാവായി ഭവിക്കുകയും അയാളായിരുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജാവെന്നും അദ്ദേഹം തന്നെ പിൽക്കാലത്ത് ദൈവവും ബാൽദേവൻ്റെ പ്രതിപുരുഷനും ഒക്കെയായി മാറിയെന്നും ഭാര്യ സെമിറാമിസ് എന്നറിയപ്പെട്ടതും ഒക്കെയുള്ള ചരിത്രവും അയാളാണ് ഉൽപ്പത്തിയിൽ പറയുന്ന ആ ബൃഹത് കോട്ട, ശിനാർ ദേശത്തൊരു കോട്ട എന്നുള്ള വചനവും അതോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും ഒക്കെ പറഞ്ഞു. ഒടുക്കം ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം വിഗ്രഹാരാധനയുടെ മടിത്തട്ടായ ഊർപ്പട്ടണം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള യാത്രയിൽ കൃത്യമായി തന്നെ നമ്മുടെ യെറുസലേമിൽ നിന്ന് വിളിക്കുന്ന ഊർ ഷാലോമിലെത്തി എന്നും ആ ഊർ ഷാലോമിൽ 14 തലമുറ കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ തലമുറയിൽ ദാവീദ് എന്ന രാജാവിന് ലഭിച്ചെന്നും അങ്ങനെ മൊനാർക്കി അഥവാ രാജഭരണം ഇസ്രയേലിൽ ആവിർഭവിച്ചെന്നും ആ രാജഭരണത്തിൻ്റെ കൃത്യമായ മുന്നേറ്റങ്ങൾക്കൊടുവിൽ ചില പരാജയങ്ങളിലേക്ക് ആ രാഷ്ട്രം കടന്നുപോയി. ശലോമോൻ്റെ മകൻ്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഏതാണ്ട് അടുത്തൊരു 10-14 തലമുറ കഴിയുമ്പോൾ അപ്പൻ ഇട്ടിട്ട് പോന്ന, ഉപേക്ഷിച്ചു പോന്ന, ദർശനം കണ്ടിറങ്ങിയ ആ സ്ഥലത്തേക്ക് തന്നെ പുതുതലമുറയ്ക്ക് മടങ്ങിപ്പോകേണ്ട ഗതികേട് സംഭവിച്ചു എന്നും ഒക്കെയുള്ള വചനങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്തത്. അവിടുന്ന് ആ തിരിച്ചുള്ള യാത്രയിൽ അവിടെ അവരെത്തിയ സ്ഥലമാണ് വീണ്ടും പഴയ ബാബിലോൺ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബാബിലോൺ ഒരു പരാജയത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഐഡൽ വർഷിപ്പിൻ്റെ, വിഗ്രഹാരാധനയുടെയും ജാതീയ ദുരാചാരങ്ങളുടെയും ഒക്കെ മടിത്തട്ടായിരുന്നെന്നും അവിടുത്തെ മ്ലേച്ഛത വിട്ട് ഒരു ദൈവപുരുഷനെ അബ്രഹാമിനെ ദൈവം വിളിച്ചെന്നും ആ വിളിയോടുള്ള പ്രതികരണം എന്ന നിലയിൽ അബ്രഹാം സമർപ്പിതനായെന്നും ഒടുക്കം അബ്രഹാമും തൻ്റെ കൂടെ ഒരു ജനാവലിയും ഊർഷാലോം എന്ന വാഗ്ദത്ത ദേശത്ത്, യെരുശലേം എന്ന വാഗ്ദത്ത ദേശത്തെത്തി അദ്ദേഹത്തോടുള്ള ദൈവം ചെയ്ത നീതിയും ആ ഉടമ്പടിയും നിറവേറ്റിക്കൊണ്ട് രാജാക്കന്മാരും തലമുറയിൽ നിന്ന് ഉത്ഭവിച്ചു. പക്ഷേ ആ ജനം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല. അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അവർ പോകാനുള്ള കാരണം എന്താണ്? അവർ വിട്ടിട്ട് പോന്ന ബാൽ ദേവനെ സ്തുതിക്കുകയും ബാലിൻ്റെ പ്രവാചകന്മാരെ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിപരീതമായി ഭവിക്കുകയും ഒക്കെ ചെയ്തു. ഒരു രാജാവ് വരും, അയാൾ ഇതൊക്കെ നീക്കം ചെയ്യും, ശുദ്ധിയാക്കും ദേവാലയത്തെ. അടുത്ത രാജാവ് വരും, കഴിഞ്ഞ നാളുകളിൽ കണ്ടതിനേക്കാൾ ഭീകരമായൊരു കാലാവസ്ഥയിൽ വിഗ്രഹാരാധന, വെളിച്ചപ്പാടന്മാരുടെ ആലോചന ചോദിക്കുക, ദുർമന്ത്രവാദം തിരിച്ചു കൊണ്ടുവരിക, ഈ പ്രവണതകൾ ശക്തിപ്പെടുത്തും. കൂടെ അങ്ങനെ ചെയ്തപ്പോൾ ദൈവം വിവിധ പ്രവാചകന്മാരെ അയച്ച് അരുത് എന്ന മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അത് കേൾക്കാതെ വന്നു. ആ കൂടെ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു ഇരമ്യാവ്. ആ ഇരമ്യാവ് അന്തരംഗം പൊട്ടുമാർ വളരെ വിലാപത്തോടെ, ദുഃഖത്തോടെ ആ ജനതയ്ക്ക് സംഭവിക്കാവുന്ന പരാജയം സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, പട്ടാപ്പകൽ സകലരും കാണുകെ യെരുശലേമിൻ്റെ മതിൽ തുറന്നിട്ട് തൻ്റെ സാധന സാമഗ്രികളുമായി, ഭാണ്ഡക്കെട്ടുമായി അദ്ദേഹം പുറത്തു പോകും, തിരികെയും ഇതുപോലെ വരും. അതൊരു സൂചനയായിരുന്നു. എന്തെന്നാൽ ഇന്ന് ഈ വചനം കേട്ടനുസരിച്ചില്ലെങ്കിൽ ഇതുപോലെ രാജാക്കന്മാർ ശത്രുപാളയത്തിൽ നിന്ന് കടന്നു വന്ന് ഈ നഗരത്തെ, മതിലിനെ ഇടിക്കും, ഞെരുക്കത്തോടെ പോകേണ്ടി വരും, നീ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്ന സൂചന കൊടുത്തെങ്കിലും പുരോഹിതന്മാരും രാജാക്കന്മാരും ഒക്കെ ചേർന്ന്
ആ പ്രവാചക സിസ്റ്റനെ തുറുങ്കിലടക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. അക്കട്ടത്തിൽ എഴുതിയതാണ് വിലാപങ്ങളുടെ പുസ്തകം. ആ വിലാപങ്ങളുടെ പുസ്തകം എഴുതുമ്പോൾ ഇരമ്യാ പ്രവാചകൻ ഒരു ഇരുട്ട് കിണറ്റിലാണ്. ആ ഇരുട്ട് കിണറ്റിൻ്റെ ഏകാന്തതാ നിർഭരമായ അവസ്ഥയിൽ അദ്ദേഹം കാണുന്നത് തിരക്കു പിടിച്ച ജെറുസലേം നഗരത്തിൻ്റെ നാശമായിരുന്നു. ഒരു കാര്യം അതിൽ ഉറപ്പാണ്, ദർശനമുള്ളവനെ ഏതിരുട്ടിലിട്ടാലും അവൻ കാണാനുള്ളത് കണ്ടിരിക്കും. ഏതിരുട്ടിനും അവൻ്റെ ദർശനത്തെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. ദർശനത്തെ തടയാൻ ശക്തിയുള്ള ഒരു തടസ്സവും ലോകത്തിലില്ല. അതുകൊണ്ട് അയ്യോ, ജനപൂർണമായ നഗരം ഏകാന്തയായതെങ്ങനെ, ജാതികളിൽ മഹതിയായവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ, രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ജെറുസലേമിന് സംഭവിക്കുന്ന കരച്ചിൽ, വിലാപം, ദുഃഖം എല്ലാം ഇരമ്യാവ് പാടുന്നതാണ് ഇരമ്യാവിൻ്റെ പ്രവചനം, ഇരമ്യാവിൻ്റെ വിലാപങ്ങൾ എന്ന കൃതി. എന്നാൽ ഇത് അധികം താമസിക്കാതെ യാഥാർത്ഥ്യമായി. നെബൂഖദ്നേസർ എന്ന രാജാവ് യെരുസലേമിനെ ലക്ഷ്യമിട്ട് യുദ്ധത്തിന് ഒരു പടപ്പുറപ്പാടിനൊരുങ്ങി. ഇതേ സമയത്ത് ഈജിപ്തിലെ ഫറവോ ഈ സ്ഥലം പിടിച്ചെടുക്കാൻ തയ്യാറെടുത്തു. ഇതേ ഘട്ടത്തിൽ ഈ സ്ഥലം ഇരുന്നത് നമ്മുടെ അസീറിയൻ എന്നറിയപ്പെടുന്ന, ഇന്ന് സിറിയ എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ കയ്യിലായിരുന്നു. വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ, ആ യുദ്ധത്തിൽ അസീറിയ പരാജയപ്പെട്ടു. നിങ്ങളറിയണം, ഇന്ന് സിറിയ എന്നറിയപ്പെടുന്ന രാജ്യം പണ്ട് ഒരു മഹാസാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യം ഈ നെബൂഖദ്നേസറിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. ഫറവോ തോറ്റോടി. ജെറുസലേം അയാളുടെ കയ്യിലായി. ജെറുസലേമിനെ ഇടിച്ച് നിരപ്പാക്കി, ദേവാലയത്തെ അടിച്ച് തകർത്ത് അതിനെ മുഴുവൻ കുപ്പക്കുന്നാക്കി. അതിനകത്തെ വിലപിടിപ്പുള്ള പാനപാത്രങ്ങൾ, സ്വർണ്ണ പാനപാത്രങ്ങളും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങളും ഒക്കെ കൊള്ളയടിച്ച് ഈ ജനതയെയും കൊണ്ട് അയാൾ തിരിച്ച് ഇന്ന് ഇറാഖ് എന്ന് വിളിക്കുന്ന ബാബിലോണിലേക്ക് യാത്രയായി. അവിടെയും വേദനിപ്പിക്കുന്ന ചില പ്രവചനങ്ങൾ ഇരമ്യാവ് മുൻകൂട്ടി പറഞ്ഞിരുന്നു. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു എന്നൊരു പ്രവചനം. ഇത് പുതിയ നിയമത്തിൽ മത്തായി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. രണ്ട് നിവൃത്തി ആ പ്രവചനത്തിലുണ്ടായിരുന്നു. കാരണം റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു എന്ന് പ്രവാചകൻ പറയുമ്പോൾ റാഹേൽ ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്തിനാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ വഴി ഇവർ കടന്നു പോകുന്ന ബെന്യാമീന്റെ അതിരിങ്കല സേൽസഹിൽ റാഹേലിന്റെ കല്ലറ എന്നൊന്നുണ്ട്. ഇന്നത്തെ ഗലീലിയ കടലിൻ്റെ അടുത്ത് ഈ കല്ലറ സ്ഥിതി ചെയ്യുന്നു. ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇതൊരു പെരുവഴിയാണ് അന്നും ഇന്നും, ഇതുവഴി ഇസ്രായേൽ മക്കൾ നടന്നു പോകുമ്പോൾ അവരുടെ വീക്ഷണം അനുസരിച്ച് ഇന്ന് റാഹേൽ ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ മക്കൾ ഇതുവഴി ദുരിതം പിടിച്ച വഴിയിലൂടെ തല്ലുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ച കണ്ട് അവൾ പൊട്ടിക്കരയുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു എന്ന പ്രവചനത്തിൻ്റെ ആദ്യത്തെ നിവൃത്തി. പിന്നെ അത് യേശുവിൻ്റെ കാലത്ത് വീണ്ടും മക്കളുടെ നഷ്ടത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അത് മറ്റൊരു സത്യം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാബിലോണിലെത്തി. പക്ഷെ ഒരു കാര്യം, അവിടെയും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടായി, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഏതൊരു സമൂഹത്തിൻ്റെയും ഉണർവിൻ്റെ ജാലക ശക്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. ലോകം കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് വലിയ വിലയോ കഴിവൊന്നും ഉണ്ടാവില്ല. വാസ്തവത്തിൽ നിന്ന് ആലോചിച്ചാട്ടെ, നമ്മുടെ ബാല്യത്തിലൊക്കെ എത്രയോ നേരം ഇരുന്ന് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. ആ അമ്മ ദുർബലയാണെന്ന് നമുക്ക് തോന്നി. പക്ഷെ ഇന്നത്തെ ജീവിതം പഠിക്കുമ്പോൾ പിടികിട്ടുന്നു, ആ അമ്മയായിരുന്നു ശക്ത. ആ അമ്മയുടെ പ്രാർത്ഥനയാണ്, അപ്പൻ്റെ പ്രാർത്ഥനയാണ് നമ്മളെ ഇന്ന് ഏതെങ്കിലും ഒരു നിലയിൽ എത്തിച്ചതെങ്കിൽ, തലമുറയ്ക്ക് വേണ്ടി കരുതാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം മുഴങ്കാലിരുന്നുള്ള പ്രാർത്ഥനയാണെന്നുള്ള ആ ദൂത് നമുക്ക് ഏറ്റെടുത്ത് ദൈവത്തിൽ നിൽക്കുവാൻ ദൈവകൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യരെ, ഈ ഘട്ടത്തിൽ അവരുടെ കഷ്ടത അവർക്ക് എങ്ങനെ ഗുണപരമായി തീർന്നുവെന്നും കാണാം. അവിടെ വെച്ചാണ് ഇസ്രായേൽ മക്കളുടെ മനോഹരങ്ങളായ ചില കൃതികൾ രൂപപ്പെടുന്നത്. അതിൽ ഒരെണ്ണമാണ് ദാനിയേൽ. ഇനി ഇത് കഴിഞ്ഞെഴുതിയതൊക്കെ ഉണ്ട്. എസെക്കിയേലും ചിന്താർഹമായ ഒന്നാണ്. കാരണം അദ്ദേഹം പുരോഹിതനായിരുന്നു, അദ്ദേഹം ലേവ്യ കുലത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷ്യം പോലെയാണ് പ്രവചനം തുടങ്ങുന്നത്. അദ്ദേഹം പറയാണ്, 4-ാം മാസം 5-ാം തീയതി, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദിയുടെ തീരത്തായിരുന്നപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ഇത് പറഞ്ഞ പ്രവചനം തുടങ്ങുന്നത്. പണ്ട് അദ്ദേഹം യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷകനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ തേജസ് നിറങ്ങാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ചൈതന്യമൊന്ന് കാണാൻ കാത്തിരുന്നിട്ടുണ്ട്. വിശുദ്ധിയോട് അതിനകത്ത് പോയിട്ടുണ്ട്. കണ്ണീരോടെ നെടുമ്പാട് വീണിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും തുറക്കാത്ത സ്വർഗം തുറന്നത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ, ഞെരുക്കത്തിൻ്റെ തീഷ്ണമായ അവസ്ഥയിൽ, ഒറ്റപ്പെടലുകളുടെ അസ്വസ്ഥതയ്ക്ക് നടുവിൽ
തുറക്കപ്പെട്ട സ്വർഗം ഞാൻ കണ്ടു. ഏറുകൊണ്ട സ്തെഫാനോസും തുറക്കപ്പെട്ട സ്വർഗം കണ്ടു. ജീവൽ പരിമിതികളുടെ ഒരു ഘട്ടത്തിലായിരിക്കുന്ന അസ്വസ്ഥചിത്തന് വേണ്ടി ഇന്നും തുറക്കുന്ന സ്വർഗം നമ്മുടെ മുമ്പിലുണ്ട്. ആ തുറക്കപ്പെട്ട സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ കാഴ്ചപ്പാടുകൾ കൂടുതൽ ശക്തിപ്പെടട്ടെ. അതുകൊണ്ട് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മൾ അവിടെ വച്ച് ഇത് കണ്ടില്ലെന്ന് വരാം. പക്ഷേ ഒരു ഇന്ധനപ്പുരയിൽ ഇന്ധനം ശേഖരിക്കും പോലെ പ്രാപിച്ചെടുത്ത ദൈവകൃപ കൊണ്ട് പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെ അസ്വസ്ഥതയുടെ വേദനിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ അറിയാത്ത ഘട്ടത്തിൽ തുറക്കപ്പെടുന്ന സ്വർഗം നമുക്ക് വേണ്ടി ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചക്കിടയിൽ ഈ ദാനിയേലിനെ ദൈവം ഉപയോഗിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചത്. മഹാരാജാവ് ഒരു സ്വപ്നം കണ്ടു. അർത്ഥവത്തായൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു വലിയ ബിംബം. ആദ്യം അദ്ദേഹം സ്വപ്നം കണ്ടിട്ട് മറന്നുപോയി. നമുക്കും അതൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ അർത്ഥവത്തായത് പോലും മറന്നുപോകും. ആരെയും കുഴപ്പമില്ല. പിന്നെ ആ ഡീറ്റെയിലിങ് അന്ന് തിരിച്ചു കിട്ടാൻ നമ്മൾ നന്നായി പണിയെടുക്കണം. അപ്പോൾ രാജാവ് മറന്നു. അസ്വസ്ഥനായി, അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. അതിനൊടുവിൽ അദ്ദേഹം ഒരു ഉത്തരവിടുകയാണ്. ഈ സ്വപ്നം ഞാൻ മറന്നിരിക്കുന്നു. ആ സ്വപ്നം ഒരാൾ എനിക്ക് പറഞ്ഞു തരണം. എന്താണ് അതിൻ്റെ അർത്ഥമെന്നും പറയണം. സ്വപ്നം കൃത്യതയോടെ പറയുമ്പോൾ അർത്ഥവും കൃത്യമായിരിക്കുമല്ല. കാരണം അദ്ദേഹം മറന്നു. ഓർമ്മപ്പെടുത്തണം. ഉത്തരവ് അതങ്ങ് ഡിക്ലെയർ ചെയ്തു. അപ്പോഴാണ് ശകുനവാദികൾ, മന്ത്രവാദികൾ ഇവരെയൊക്കെ പിടിച്ചു. നമുക്കറിയാം. അവരുടെ വീടിൻ്റെ എല്ലാം മുമ്പിൽ ഈ ബോർഡുണ്ട്. ഭാവി, ഭൂതം, വർത്തമാനം. ഇവിടെ ആകെ ഉള്ളത് വർത്തമാനമാണ് അല്ലേ? അത് നല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഭാവി, ഭൂതം, വർത്തമാനം. പക്ഷെ ഇവനെല്ലാം ബോർഡ് എടുത്ത് മാറ്റാൻ തുടങ്ങി. കാരണം എന്താ? ഉത്തരവ് വന്നു. ആരെങ്കിലും കുഞ്ഞുങ്ങൾ കസേരയിൽ ഇരിക്കുന്നെങ്കിൽ അവർ മുന്നോട്ട് വരാമെങ്കിൽ നല്ല സ്ഥലം തരാം. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ചെയറിൽ ഇരിപ്പുണ്ടെങ്കിൽ മുന്നോട്ട് വരണേ. ഓക്കെ, പ്രൈസലോ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് ശിശുവിൻ്റെ മനസ്സുള്ളവർക്കും വരാം. തിരി ശിശുക്കളെ പോലെ ആകാൻ നല്ലൊരവസരമാണ്. ലേലുയ. ഞാൻ വേണേ ഇവിടം തരാമായിരുന്നു. പക്ഷേ ഈ സ്ഥലം തരണമെന്നുണ്ട്. പക്ഷേ ഇത് മീറ്റിംഗ് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രാജാവ് സ്വപ്നം മറന്നു. ശകുനവാദികളെല്ലാം ഓടാൻ തുടങ്ങി. അതിലും ചിന്താർഹമായൊരു കാര്യം, ആദ്യം കൊല്ലാൻ പിടിച്ചത് ഇതുമായി ഒരു ബന്ധമില്ലാത്ത ദാനിയേലിനെ. ഇതൊക്കെയാണ് നമുക്കും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ശകുനവാദിയല്ല, മന്ത്രവാദിയല്ല അല്ലേ? ചിലപ്പോഴൊക്കെ പത്രങ്ങളിൽ ഒരു വാർത്ത കാണാം, വ്യാജസിദ്ധൻ അറസ്റ്റ് അല്ലേ? അപ്പോൾ നല്ല സിദ്ധൻ ഉണ്ടോ എന്ന് സർക്കാരിനോട് ചോദിക്കണ്ട അല്ലേ? സർക്കാർ അംഗീകൃത ഗസറ്റിൽ പരസ്യം ചെയ്ത് നല്ല സിദ്ധനുണ്ടോ എന്ന് അറിയേണ്ടതാണ് അല്ലേ? അപ്പോൾ കൊല്ലാൻ പിടിച്ചപ്പോൾ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു ദൈവദാസൻ. അത് നന്നായി. നമുക്കത് നന്നായി എന്ന് വിശ്വസിക്കാൻ വയ്യ. അത് നന്നായതുകൊണ്ടാണ് പലരെയും പ്രാണം നഷ്ടപ്പെടാതെ അവരൊക്കെ രക്ഷപ്പെടാൻ കാരണം ആദ്യം നമ്മെ പിടിക്കുന്നതുകൊണ്ടാണ്. നമ്മെ പിടിക്കുമ്പോഴുള്ള ഗുണം എന്താ? ഇവിടെ വ്യാജമൊന്നുമില്ല. ഞങ്ങൾ പോകുമ്പോണ്ടാക്കല്ല, ഞങ്ങൾ ആക്രമിക്കല്ല. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരാ, നിന്റെ അസ്വസ്ഥത മാറ്റുന്നവരാ. ഈ പ്രതിസന്ധിക്കൊക്കെ തീർക്കാനുള്ള ആ വലിയ ഉത്തരം കൊണ്ടാണ് ഞങ്ങൾ ഈ വന്നേ. ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിപ്പെടുത്തി ആവസൂചനകളെ നിനക്ക് മുൻകൂട്ടി തരും. സ്തോത്രം. അപ്പോൾ അതിനാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത്, പ്രവചന വരം വാഞ്ചിപ്പി. ചിലർ ഓർത്തു അതൊക്കെ നമുക്ക് ഒന്ന് പ്രവചനം ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത്. അല്ലല്ല, നമ്മളൊന്ന് പിടിക്കപ്പെട്ട ഒരു പ്രശ്നത്തിലൊന്ന് കുട്ടിക്കോ നിയമപര വിരുദ്ധമായി നമുക്കറിയാം. ഇപ്പോഴത്തുള്ള സവിശേഷതകൾ നിങ്ങൾക്ക് എന്നെക്കാൾ അറിയാം. ആ പിടിച്ചവനോടൊരു ദൂത് പറയാനൊരു ഭാഗ്യം കിട്ടിയാൽ അന്നേരം തീർന്നു കിട്ടും അല്ലേ? അതിനാ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ വാസ്തവമായി ദൈവമുണ്ടെന്ന് അവിശ്വാസി മനസ്സിലാക്കാൻ ആ വരം നല്ലതാണ്. പക്ഷേ ചിലരിന്ന് ധരിച്ചിരിക്കുന്നത് ആരൊക്കെയോ വ്യാജം പ്രവചിച്ചു, അതുകൊണ്ട് ഈ പ്രവചനത്തെ തന്നെ വെറുക്കുന്ന മനുഷ്യരായി ഒരു മാനസികാവസ്ഥ നമുക്ക് സംജാതമായി. ചിലർ പറയാറുണ്ട്, ഞാൻ പലരെയും ഇങ്ങനെ പരീക്ഷിച്ചു, ഒരു നല്ല പ്രവചനം ആരും പറയുന്നില്ല. അല്ല, നിങ്ങൾ പറഞ്ഞാലുള്ള കുഴപ്പമെന്താ?
നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരും നിങ്ങളല്ലേ. നിങ്ങളോട് നിങ്ങൾ കള്ളം പറയില്ലല്ലോ. ഇതിനെ വല്ലവരിലും പ്രതീക്ഷിച്ച് മനസ്സിലായില്ല. നല്ല പ്രവചനം വരാത്തതിന് നിങ്ങൾ എന്നെ കുറ്റം പറയുക, ഞാൻ നിങ്ങളെ കുറ്റം പറയുക. എൻ്റെ കുറ്റം ഞാൻ തിരിച്ചറിയുന്നില്ല. നല്ല പ്രവചനം ഫലവത്താകാത്തത്, നല്ല കൃപാവരങ്ങൾ ജ്വലിക്കാത്തതിൻ്റെ കുറ്റവാളി സഭയിൽ ആരെയോ തിരയരുത്. ഞാനാണതിലെ കുറ്റവാളി, നിങ്ങളാണ്. അതൊന്ന് ഏറ്റെടുത്തിട്ട് നല്ല പ്രവചനം വരട്ടെ. കാലത്തിന് ആ ശുശ്രൂഷകളെല്ലാം വേണം. ആരൊക്കെ എവിടേക്കോ നിരോധിച്ചിരിക്കുന്നു അത്തരം മിനിസ്ട്രിയെ. അതിൻ്റെ വെളിപ്പെടലുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവരുടെ ഇടയിൽ അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വചനമുള്ളതുപോലെ നാളെ ഒരിക്കൽ കർത്താവ് പറയരുത്, നിന്റെ ജീവിതത്തിൽ ഈ ദേശത്ത് വന്ന് വലിയവ ചെയ്യാൻ എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ നിന്റെ അവിശ്വാസം നിമിത്തം അകത്തേക്കൊന്ന് കടക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുമാറ് നമ്മൾ അവിശ്വാസികളാകാതിരിക്കാൻ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ദാനിയേൽ തരുന്ന സന്ദേശം. ദാനിയേൽ ചങ്കുടപ്പോടെ പറയുക, എന്നെ കൊണ്ട് രാജാവിൻ്റെ ഒപ്പം നിർത്തണം. വെട്ടാൻ ഈ ഉടവാൾ ഇങ്ങോട്ട് ഊരിയെടുത്ത് വെട്ടാൻ ഒരുമ്പെടുമ്പോൾ ഭക്തന്റെ ചോദ്യം എന്തിനാ പറയൂ. ഇതിൻ്റെ മാന്യത കൊണ്ടാകും ആ സൈനികനല്ലേ പടയാളി പറഞ്ഞു കാണും, സാർ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം, പക്ഷെ നിയമം ഇങ്ങനെ വെട്ടാതിരിക്കാൻ കഴിയില്ല സാർ. നിങ്ങളെപ്പോലൊരു സാധുവിനെ വെട്ടാൻ ദുഃഖമുണ്ട് സാർ. അതേ പറഞ്ഞ് അങ്ങനൊന്നും വേണ്ട, കാര്യം പറ. ഉത്തരവിൻ്റെ പകർപ്പ് കാണിച്ചു. ഇതാണോ കാര്യം? എന്തൊരു ധൈര്യമാണെന്ന് നോക്കി. അദ്ദേഹം പറയുക, എന്നെ കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ നിർത്തും. ഞാനിതൊക്കെ പറയാം. ഈ ധൈര്യത്തിലേക്ക് നമുക്കൊന്ന് വളരണം കേട്ടോ. നമ്മളിപ്പോഴാണ് മനസ്സിലായ നമ്മുടെ കുറവ്. നമ്മൾ LKG അല്ലേ, വർഷം 30, 40, 50 ഒക്കെ ആയില്ലേ. നമ്മളൊക്കെ എത്ര പ്രസംഗം കഴിഞ്ഞു, പക്ഷേ ഈ ധൈര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ വളർന്നില്ല. അതാ പ്രവചനത്തിൻ്റെ ശക്തി, അതാ പ്രവചനത്തിൻ്റെ ആത്മാവെന്ന് വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം. ഹല്ലേലൂയ. ചിലർ ഇന്ന് രാത്രി ദൈവം ആ അഭിഷേകം പകരില്ലെന്ന് ആര് കണ്ടു? ആ ദൈവകൃപ പകരില്ലെന്ന് ആര് കണ്ടു? കാലത്തെ വിവേചിക്കുന്ന ആ പ്രവാചകൻ നിങ്ങളല്ല, ആ പ്രവാചകൻ നിങ്ങളല്ലെന്ന് ആര് കണ്ടു? ആത്മാവ് കിടഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും വിധം ഹൃദയം ഒന്ന് വിശാലമാക്കി കാത്തിരിക്കെ. ദൈവാത്മാവ് ഇടപെടട്ടെ. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മിലൊക്കെ ഒന്ന് വെളിപ്പെടട്ടെ. അവന് നമ്മൾ ആരാണെന്നുള്ളതൊന്നും വിഷയമല്ലെന്നേ. ദൈവം ഉപയോഗിച്ചു തുടങ്ങിയാൽ ആർക്കും തടയിടാൻ വയ്യ. കാര്യമൊക്കെ രാജാവിനെ വന്ദനം ചെയ്തിട്ട് പറഞ്ഞു, രാജാവേ നീ അസ്വസ്ഥനായി, മേലിൽ എന്താ സംഭവിക്കാൻ പോന്നേ? അപ്പം മേലാൽ സംഭവിക്കേണ്ട ചില അരുളപ്പാടുകൾ ദൈവം നിനക്ക് തന്നു. ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ശേഷം മനുഷ്യരെക്കാൾ ഒരു കഴിവില്ല. നമ്മളിത് അംഗീകരിക്കാത്ത ഒരു വിഷയം. നമ്മൾ അവിടെ ഒരു 10-40 പാസ്റ്റർമാർ പോയി പ്രാർത്ഥിച്ചു, ഒരു വിശേഷം ഉണ്ടായില്ല. ഞാൻ ചെന്നപ്പോഴാ വിടുതലായി. നമ്മളിത് പറയുന്ന നമ്മുടെ ഏറ്റവും അപ്പോഴേ തീർന്നു, നമ്മുടെ കാര്യം തീർന്നു. ദാനിയേൽ എന്ത് ചെയ്തേ? ശേഷം മനുഷ്യരെക്കാൾ എനിക്കൊരു വിശേഷതയില്ല. അല്പം കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിന് യാഗം കഴിക്കാൻ വരുമ്പോഴുക ദാനിയേലിനെ കണ്ട് സാഷ്ടാംഗം വീണെന്ന് രാജാവ്. നമ്മുടെ മുമ്പിൽ ഒരു രാജാവ് വേണ്ട, ഒരു സാധാരണ മനുഷ്യൻ വീണാൽ നമ്മൾ വല്ലാതെ ആസ്വദിച്ചു അല്ലേ? അങ്ങനല്ലേ? അതിന് വല്ലാതെ ആസ്വദിച്ചു. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പറയും, അതിപ്പോൾ മനുഷ്യരെന്നെ അങ്ങനെ കാണുന്നതിന് ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നു? ജനം എന്നെ അങ്ങനെ ബഹുമാനിക്കുക വേണ്ടെന്ന് പറയണം, എന്നെ ഇങ്ങനെ ആദരിക്കുക അല്ലേ? അദ്ദേഹം പറഞ്ഞു അരുത്. വെളിപ്പാട് പുസ്തകത്തിൽ ഇത് തന്നെ കാണാം. ദൂതനെ നമസ്കരിച്ചപ്പോൾ ദൂതൻ പറയാം, അരുത്, ഞാൻ നിന്നെപ്പോലൊരു ശുശ്രൂഷകൻ, സാധാരണ മനുഷ്യൻ. നമുക്കൊന്ന് സമ്മതിച്ചേക്കാം, ഐ ആം ആൻ ഓർഡിനറി മാൻ, ബട്ട് ഐ ആം പെർഫോമിങ് ആൻ എക്സ്ട്രാ ഓർഡിനറി വർക്ക്. കാരണം എന്താ? ഞാൻ സാധാരണക്കാരനാ, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നവൻ അസാധാരണത്വമുള്ളവൻ. ഹല്ലേലൂയ. ഞാനൊരു സാധാരണക്കാരനാ, പക്ഷെ ഞാൻ ഉയർത്തുന്നവൻ അസാധാരണത്വമുള്ളവൻ. അവന് തുല്യനായി ആരുമില്ല, അവനെപ്പോലെ ആരുമില്ല. ആരോടും തുലനം ചെയ്യാൻ കഴിയാത്ത അജയ്യനായവനെയാ ഞാൻ ക്രിസ്തുവെന്ന് വിളിച്ച് ആരാധിക്കുന്നത്. അവനെ കുമ്പിട്ട ഈ കരങ്ങൾ കൊണ്ട്, അവനെ സ്തുതിച്ച നാവ് കൊണ്ട് ഒരു സൃഷ്ടിയെ, ഒരു മനുഷ്യനെ, ഒരു ശക്തിയെ അതിന് തുല്യമായി വിളിക്കില്ല.
വേറെവിടെയും കോംപ്രമൈസ് ഉണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, ഈ കാര്യത്തിൽ യോജിപ്പില്ല. ആരാധനക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം. കോടിക്കണക്കിന് മനുഷ്യര് അതിന്റെ പേരിൽ മരിച്ചടങ്ങി, അതിന്റെ പേരിൽ തലവെട്ടിക്കളഞ്ഞു, അവരെ ഉന്മൂലനം ചെയ്തു, കശാപ്പ് ചെയ്തിട്ടും വിട്ടുപിരിയാത്ത വിശ്വാസത്തിന്റെ ദൃഢതയോടെ പറയാ, നീ മാത്രം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ. പക്ഷേ അവൻ പിതാവിന്റെ തേജസ്, ഏകജാതനായവന്റെ തേജസ്സായി വെളിപ്പെടുത്തി. ആമേൻ. എന്നിട്ട് പറഞ്ഞു, രാജാവേ, താങ്കൾ കണ്ട സ്വപ്നം ഒരു വലിയ ബിംബം, ഐഡൽ. ബിംബത്തിൻ്റെ തല തങ്കം, ഗോൾഡാണ്. നെഞ്ചും കൈകളും വെള്ളി, വയറുമരയും താമ്രം. താമ്രം കോപ്പറാണ് അല്ലേ, അത് ബ്രാസോ, അതിലേതോ ഒന്നായിക്കോട്ടെ. ഈ അതിനുശേഷമുള്ളത് കാല് തുട ഇരുമ്പ്, കാൽ ബാക്കിയുള്ള ഭാഗം പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഇത് സ്വപ്നത്തിൽ കണ്ടാൽ നമ്മളും ചിലപ്പോൾ ഭയന്നു പോകാം അല്ലേ, ഭയന്നു പോകില്ലേ? ചില കാഴ്ചകൾ കണ്ടാൽ ഭയന്നു പോകും. ഞാനൊരു ചെറിയ വീടൊക്കെ വെച്ചു. അപ്പോൾ ആ വീടിൻ്റെ പണി നടക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു നല്ല സൗകര്യമുണ്ട്. വിശ്വാസിയൊന്നുമല്ല, നല്ല സ്നേഹമാണ്, അയൽക്കാരാണ്, പണിയുമ്പോൾ മുതലേ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു, ഒരു വീട് പണിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മുമ്പിൽ ഒരു കോലം ഉണ്ടാക്കി വെക്കണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ അല്പത്തരം അല്ലേ. സത്യത്തിൽ നമ്മളിപ്പോൾ സത്യത്തിൽ ആ കോലം ഇട്ടേക്കുന്ന പാൻ്റ്, ആദ്യം കണ്ട പാൻ്റ്, ഇങ്ങനൊരു സാധനം ഉണ്ടെന്നൊക്കെ നമ്മളൊക്കെ ബാല്യത്തിൽ മുണ്ടാണ് അല്ലേ. ഈ പാൻ്റിട്ട് എല്ലാവരെയും എന്ന് സാറേ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ്. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളൊരു കാടിനുള്ളിലാണ്. അപ്പോൾ എൻ്റെ കാഴ്ചകളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാൻറ്, ഒരു ഷർട്ട്, ഇതിനകത്ത് കൂടെ കച്ചിയൊക്കെ നിറച്ചിട്ട് ചട്ടി കൊണ്ട് അതല കണ്ണൊക്കെ വരച്ച് ഇങ്ങനെ. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ചോദിക്കുമായിരുന്നു, അമ്മ ഇത് എന്തിനാണ്? അമ്മ പറഞ്ഞു തന്നത്, നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടി എന്ന അതേ കൊണ്ടാൽ കെട്ടിടത്തിന് ക്ഷതം വരും, പണി മുടങ്ങും. അതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിദോഷം പതിയാതിരിക്കാനാണ് ഈ ഒരു സാധനം. അപ്പോൾ എനിക്കറിയാം ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്, എവിടെയെങ്കിലും വീട് പണി തരുന്നത്. അതുകൊണ്ട് ഞാൻ കഴിവതും അതേ നോക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കും ഈ കെട്ടിടത്തിലേക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു, പക്ഷെ ഞാൻ നോർത്ത് അവിടെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഏതായാലും ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യത്താണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടെയൊക്കെ കിടന്ന് മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യത്ത്, വാസ്തുവില്ല, ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷമൊന്നും ഇല്ലാത്തൊരു രാജ്യത്ത് 110 നിലയുള്ള കെട്ടിടത്തിലൊക്കെ ഈ പണി നടത്തി പണമൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം പണി അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെയും വാസ്തു അല്ലേ. ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി ഇതൊക്കെ വെറും തോന്നലാന്ന് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ മനുഷ്യർ കാണിക്കും. ഇത് പറഞ്ഞത് എന്നോട് ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അതേ വീട് പണിതിട്ട് അധികം നാളായില്ല, അതെടുത്തങ്ങ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ പറഞ്ഞ ലൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ചെല്ലണം, അതും കൂടെ ഉണ്ട്. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ രാജാവ് കണ്ട ബിംബം ഇതുപോലൊരു സാധനം. ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? തന്നല്ലേ നെബൂഖദ്നേസറൊന്നും കണ്ട പേടിക്കൂല. അയാൾ ഇതിലും വലിയ ബിംബം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പാർട്ടിയാണ്. ദൂരാസമൂഹിലൊക്കെ കണ്ടില്ലേ വെച്ച്, പിന്നീട് ഭയങ്കര ബിംബം. അയാൾക്ക് പേടിയില്ല, പക്ഷെ ഭയന്നു. ഭയക്കാൻ കാരണം ഒരു അനുബന്ധ കാഴ്ചയാണ്. രാജാവ് നോക്കിക്കൊണ്ടിരിക്കെ കൈ തൊടാത്തൊരു കല്ല് പാഞ്ഞു വന്ന് ബിംബത്തെ അടിച്ചു. ബിംബം തകർന്നു. തവിട് പൊടിയായി തകർന്നിട്ട് വേനൽക്കാലത്ത് കളത്തിലെ പതിര് എങ്ങനെ പറന്നു പോകുമോ ഇതുപോലെ തകർന്നു. പകരം
അവിടെ കല്ലങ്ങ് വളർന്നു. കല്ല് വളർന്നൊരു മഹാപർവ്വതം. അതാ ഭയപ്പെട്ടെ. കൈ തൊടാത്ത ഈ കല്ലാര്, ഈ കല്ല് കൈ തൊട്ടിട്ടില്ല. വളരെ കൃത്യമായി ഈ കല്ലാരാണെന്ന് യേശു കർത്താവ് പറഞ്ഞു. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതാരാ കല്ലെന്ന് ചോദിച്ചു നമ്മളെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു. കർത്താവിനും അറിയാം, പത്രോസിനും അറിയാം. അതുകൊണ്ട് പത്രോസ് തന്നെ പിൽക്കാലത്ത് പൂരിപ്പിച്ചു, നിങ്ങളും ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നു. കണ്ടോ? ഇനി എന്തിനാ സംശയം? സെയിന്റ് പീറ്ററാ പറഞ്ഞത്, ജീവനുള്ള കല്ലായ എൻ്റെ എന്നല്ല, അവൻ്റെ അടുക്കൽ വന്ന് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ഈ കല്ലിൻ്റെ പ്രത്യേകത കൈ തൊട്ടില്ല. ഒരു മാനുഷികമായ കൈ കൊണ്ടുള്ള ഏറല്ല. പിന്നെന്താന്നറിയണ്ടേ, അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്തത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഒരു പുരുഷ പ്രജ ജനിക്കും. കണ്ടോ? ത്രിയേകത്വത്തിന്റെ വെളിപ്പെടല. അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിഴല്, അത്യുന്നതിന്റെ നിഴല്, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഒരു പുരുഷ പ്രജ. ഇതിന് പറയുന്ന പേരാ തൃത്വം. മനസ്സിലായോ? തൃത്വം വേറെ ഒന്നല്ല. ചിലവരെ തൃത്വം ബൈബിളിലുണ്ടോ? ബൈബിളുണ്ട്. മത്തായി 28:19. അതാ എന്താ ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ? ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെ ഉണ്ടോ ബൈബിളിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് താൻ ത്രിയേകത്വം. അതിൻ്റെ ചുരുക്കപ്പേരാ. ഇനി അങ്ങനെ ആ പദത്തോട് ബുദ്ധിമുട്ടേ അതങ്ങ് വിട്ടേക്ക്. പദത്തോട് ബുദ്ധിമുട്ടുള്ളവർ വേറൊരു കാര്യം കൂടെ ചെയ്യണം. ബൈബിളിൽ ഇല്ലാത്ത ചില പദങ്ങളും നമ്മൾ എന്ന് ഉപയോഗിക്കും. ബൈബിളിൽ ഇല്ലാത്തൊരു പദമാണ് ബൈബിൾ. എന്താ ഈ പദം? എന്താ അങ്ങനെയുണ്ടേ? 1382 1382 ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ജോൺ വിക്ലിഫാണ് ആദ്യമായി പദം ഉപയോഗിച്ചത് ബൈബിൾ. കണ്ടോ? അന്ന് വരെ ഈ പദമില്ല. 1382 വരെ ബൈബിൾ എന്നൊരു പദമില്ല. ഇനിയുണ്ട്. അടുത്തൊരു പദം തിരുവത്താഴം. ആ പദം ബൈബിളില്ല. ഉൾപ്രാവണം. ആ പദം ബൈബിളില്ല. ഇനി ഇതിലും വിലപിടിപ്പൊരു പദമുണ്ട്, സർവവ്യാപി, ഓംനിപ്രസൻസ്. അതും ബൈബിളിലില്ല. ആ ആശയങ്ങൾ ബൈബിളിലുണ്ട്. ഇതുപോലെയാണ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഇത് ത്രിയേകത്വമല്ല. ഞാൻ അതിനെപ്പറ്റി ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. വന്ന വഴിക്ക് ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് തുടർച്ചയിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ വിശദീകരിച്ചു. തങ്കം കൊണ്ടുള്ള തല, തിരുമനസ് തന്നെ. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയണ്ടേ? ബാബിലോൺ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധാർഹമായ ഒരു സാമ്രാജ്യമായിരുന്നു. കാര്യകാരണങ്ങൾ ചിലത് പറയാം. ഇന്നലെ പറഞ്ഞു, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം, പിന്നെ ഭാഷയും ലിപിയും ഒക്കെ രൂപപ്പെട്ടത്, നിർമ്മാണകലകൾ, കട്ട ഉപയോഗിച്ചുള്ള ചുടുകട്ട കൊണ്ടുള്ള നിർമ്മാണം, ഇതൊക്കെ തുടക്കം കുറിച്ച മനുഷ്യര് ബാബിലോന്യരാണ്. കൂടാതെ ബാബിലോന്യരെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റൊന്നുകൂടി പഠിക്കണം. ലോകത്തെല്ലാ രാജ്യങ്ങളും ഭരിക്കാൻ ഒരു നിയമമുണ്ട്. ശിക്ഷയ്ക്ക് നിയമമുണ്ട്, ഭരണത്തിന് നിയമമുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കാൻ ഇന്ത്യക്കാർക്ക് ഒരു നിയമമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഭരണഘടന. 50 ജനുവരി 26 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭരണഘടന. ചിന്താർഹമായൊരു കാര്യം, ഈ ഭരണഘടന നമ്മളെപ്പോലൊരു പാസ്റ്ററും കൂടി രൂപപ്പെടുത്തിയാണ്. ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നൊരു ദേവദാസൻ, അതൊക്കെ പിന്നെ പറയാം. ഭരണഘടന അരുണാചൽ പ്രദേശിൽ നിന്നുള്ള നമ്മുടെ ഒരു ദേവദാസനെ കൂടി പ്രാർത്ഥിച്ചാണ് 6ാം ഷെഡ്യൂൾ ഭരണഘടനയുടെ തയ്യാറാക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചെന്നാണെന്നറിയണ്ടേ. നമ്മൾ എന്ത് കോൺട്രിബ്യൂഷൻ ഈ രാജ്യത്തിന് കൊടുത്തു, നമ്മുടെ രാജ്യത്തിന് കൊടുത്തു എന്ന് പരതി ചെന്നപ്പോൾ കിട്ടിയ കുറേ തെളിവുകളാണ്. അല്ലല്ലോയ്യ. അപ്പോൾ ഇതേപോലെ നമ്മുടെ രാജ്യത്ത് കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്ന നിയമസംഹിതയ്ക്കൊരു പേര് പറയും ഇന്ത്യൻ പീനൽ കോഡ്. അതാ പണ്ട് പറഞ്ഞു, ഇപ്പോൾ പേര് മാറ്റി ഭാരതീയ ന്യായ സംഹിത, BNS. അതെന്നാ രൂപപ്പെട്ട 1860 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലോർഡ് മെക്കോളയാണ് ഈ നിയമം എഴുതി ഉണ്ടാക്കുന്നത്. ഇന്ത്യക്കാരല്ല അത് വെച്ച് ശിക്ഷിക്കുന്നത്. ഈ മെക്കോളയടക്കം ഉള്ള ആളുകൾ എഴുതിയ നിയമത്തിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് ചെന്നാൽ ഒരുത്തൻ ബ്രിട്ടനിൽ ചെല്ലേണ്ടി വരും. ബ്രിട്ടനിൽ അതിൻ്റെ ആ രേഖ കിടക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് പിന്നെയും പരതിയാൽ ആ രേഖ കിടക്കുന്ന വേറെ സ്ഥലമുണ്ട്, അത് റോമിലാണ്. അതുകൊണ്ടാണ് ഇന്നും കോടതി ഭാഷ റോമിലെ ഭാഷയാണ്, ലാറ്റിനാണ്. അല്ലേ? നിങ്ങളൊരു കേസ് കൊടുത്തു, ക്രൈസ്തവ സമൂഹം ഇങ്ങനെ ഇന്ത്യയിൽ ഇന്നൊരു പ്രയാസം നേരിടുന്നു, അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഈ കാര്യം ബോധ്യപ്പെടും. അപ്പോൾ കോടതി ചോദിക്കും, ക്രൈസ്തവ സഭ നേരിടട്ടെ, പക്ഷേ നിങ്ങളാരാ? പോപ്പൊന്നും അല്ലല്ലോ. എൻ്റെ ക്രിസ്ത്യാനിറ്റിയെ പ്രതികരിക്കാൻ നിങ്ങളാര്? അപ്പോൾ നിങ്ങളാരെന്ന് ബോധ്യപ്പെടുന്ന ലോക്കസ് സ്റ്റാൻഡി ഈ കേസിൻ്റെ നടത്തിപ്പുകാരൻ. ഇത് ലാറ്റിൻ വേർഡാണ്. ജുഡീഷ്യറി ലാറ്റിൻ വേർഡാണ്. ഹേബിയസ് കോർപ്പസ് ഇതെല്ലാം ലാറ്റിനാണ്. കണ്ടോ, കോടതി അവിടെ നിന്ന് യേശുവിനെ വിസ്തരിച്ച ആ കോടതിയുടെ ഭാവവും രീതിയൊക്കെയാണ് നമ്മുടെ ഇന്ത്യ വരെയുള്ള കോടതി. ഇവിടെയൊക്കെ വ്യത്യാസമുണ്ട്. അത് തോറ ന്യായപ്രമാണമില്ല, അതും ഇവിടുത്തെ കാര്യവും ജൂതന്മാരുടെ നിയമവും ഇതെല്ലാം കണക്റ്റഡാണ് ഈ രാജ്യത്തൊക്കെ. അപ്പോൾ പറഞ്ഞത് നമുക്കത് റോം കൊണ്ട് നിർത്തണ്ട. അല്ലയോ റോമക്കാരെ, ഈ ജുഡീഷ്യറിയും ഈ സിസ്റ്റവും ഒക്കെ നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? അവർ പറയും, ഞങ്ങളിത് പഠിച്ചത് അന്ന് ബാബിലോണിൽ നിന്നാണ്. അത് ശരി, ബാബിലോണിൽ നിന്ന് അതിനു മുമ്പ് എവിടെ ഉള്ള അത് ഞങ്ങൾക്കറിയില്ല. ഉള്ള ചരിത്രത്തിൽ അറിവ് വെച്ചത് കിട്ടുന്നത് ലോകമാദ്യം ഒരു നിയമസംഹിതയ്ക്ക് കീഴിൽ വരുന്നത് ബാബിലോണിലാണ്. ആദ്യത്തെ നിയമകർത്താവിൻ്റെ പേര് ഹമ്മുറബി എന്നായിരുന്നു. ഹമ്മൂർ അബി എന്ന് പറയും. ഈ ഹമ്മുറബിയാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി അത് ശിലാഫലകങ്ങളിൽ എഴുതി തൻ്റെ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ സ്ഥാപിച്ച് ഒരു സിസ്റ്റമാറ്റിക് കിങ്ഡം ആദ്യം ലോകത്ത് രൂപപ്പെടുത്തുന്നത്. നമ്മുടെ അത്ഭുതം അതല്ല, ബൈബിളിൽ ഇവനെ പറ്റിയുണ്ടെന്ന്. ശിനാർ രാജാവായ അമ്രാഫൽ വായിച്ചാൽ മതി, ഉൽപ്പത്തി വായിക്കണം. ശിനാർ രാജാവ്, ശിനാർ ഓർമ്മയുണ്ടല്ലോ ഇന്നലെ പറഞ്ഞ മെസപ്പൊട്ടേമിയൻ കിങ്ങായിരുന്ന ഇറാഖിലെ ഭരണാധികാരിയായ അമ്രാഫൽ, ഇയാൾ ഹമ്മുറബിയാണെന്നാണ്. അപ്പോൾ ലോകത്തിനൊരു നിയമം കൊടുത്തു. കൂടാതെ സിസ്റ്റമാറ്റിക്കായ നിർമ്മാണം ഇവരുടെ പ്രത്യേകതയായിരുന്നു. അതിലേക്ക് ഞാനൊന്ന് വരാം. രാജാവ് ഇസ്രായേൽ മക്കളെ വേട്ടയാടിപ്പിടിച്ച് രാജ്യത്തിലേക്ക് കൊണ്ടുവരും മുമ്പ് ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ക്യാപിറ്റൽ സിറ്റി ബാബിലോണിൽ ഉണ്ടായിരുന്നു. ബാബിലോണ്യ രാജാവിൻ്റെ ക്യാപിറ്റൽ സിറ്റിയുടെ സവിശേഷത ഞാൻ വ്യക്തമാക്കാം. സ്വച്ഛന്തം ഒഴുകുന്ന യൂബ്രട്ടീസ് നദിക്ക് അക്കരയും ഇക്കരയുമായി കിടക്കുന്ന ഒരു പട്ടണം. പട്ടണത്തിൻ്റെ നീളം 14.5 മൈൽ, വീതിയും 14.5 മൈൽ. നമുക്കൊരൽപ്പം അതിശയോക്തി കൂട്ടി പറഞ്ഞേക്കാം 15. പിന്നെ അരക്കണക്കട പാടാം, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് 15x15 ഏകദേശം 60 മൈൽ ചുറ്റളവിൽ ഒരു സമചതുര പട്ടണം. 60 മൈൽ ചുറ്റളവുള്ള ഈ സമചതുര പട്ടണത്തെ 84 അടി കനം വരുന്ന, തിക്നെസ് വരുന്ന ഒരു പടുകുറ്റൻ കോട്ട കെട്ടി ബലവത്താക്കി. ഇത്രയും വിസ്തൃതിയിൽ. ഈ കോട്ടയുടെ ഉയരം 100 അടി ആയിരുന്നു. ഇതിൻ്റെ ഉയരത്തെ പറ്റിയൊക്കെ വ്യത്യസ്ത കണക്കുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏകദേശം എന്ന് ചേർക്കണം. 100 അടി ഉയരത്തിൽ 87 അടി കനമുള്ള ഈ കോട്ടയ്ക്ക് മുകളിൽ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾ സമാന്തരമായി സഞ്ചരിക്കാൻ വീതി ഉണ്ടായിരുന്നു.
ഇതിൻ്റെ മുകളിൽ പ്രത്യേകം പണി കഴിപ്പിച്ച ഗോപുരങ്ങൾ, പാണ്ഡികശാലകൾ, ആയുധപ്പുരകൾ, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇതൊക്കെ നിലനിന്നിരുന്നു. ഒരു പടുകുറ്റൻ കോട്ട. ഈ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ 100 വാതിലുകളും ഒരു പ്രധാന പ്രവേശന കവാടവും. ഈ 100 വാതിലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് സദാ അടഞ്ഞു കിടക്കും. 99 ഒരെണ്ണം തുറക്കും. ഏത് വാതിലാണ് ഇന്ന് തുറക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അത് നാളെ തുറക്കില്ല. കിഴക്കേ നടയിലെ ഒരു കഥ ഇന്ന് തുറന്നാൽ പടിഞ്ഞാറേ നടയിലെ കഥ ആകാം നാളെ തുറക്കുന്നത്. ഏത് കഥക് തുറക്കുമെന്ന് രാജാവിനും അടുത്ത അനുചരണമേ അറിയൂ. ബാക്കിയെല്ലാം സദാ അടഞ്ഞു കിടക്കും. അത്ര സുരക്ഷിതത്വം. പ്രധാന പ്രവേശന കവാടം പണി കഴിപ്പിച്ചിരിക്കുന്നത് താമ്രപാളികൾ നിരത്തി സ്ക്രൂ ചെയ്ത് ഇരുമ്പോടാമ്പലുകൾ ചെലുത്തിയാണ്. മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, വലിച്ചാൽ തുറക്കില്ല. 2 വിധത്തിൽ തുറക്കാം. അതിനെ പ്രത്യേക നിലയിൽ ഒരു ചെയിനിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ കറക്കി ആ ഷട്ടർ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാം. അതല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച ആനകൾ ചങ്ങല കെട്ടി വലിച്ചെങ്കിൽ മാത്രമേ അത് തുറക്കൂ. എന്നും തുറക്കുന്നതല്ല. പിന്നെ അങ്ങനെ മതിയില്ല. എപ്പോൾ തുറക്കും? ആണ്ടിൽ 3-4 തവണ ദേശീയ പ്രാധാന്യമുള്ള ഉത്സവങ്ങളോ ബാൽദേവനുമായോ സെമിറാമീസുമായോ ബന്ധപ്പെട്ടുള്ള ആഘോഷവേളകളിലോ മാത്രം തുറക്കുന്ന വാതിൽ, താമ്രവാതിൽ. ഈ സെമിറാമീസിന് മറ്റൊരു പേരുണ്ട്, ഇഷ്ടാർ. ഒരു ദേവതയുടെ കൂടെ പേരാ. അതുകൊണ്ട് ഈ ഗേറ്റിന് ഇഷ്ടാർ ഗേറ്റ് എന്നും പറയും. അങ്ങനെയെങ്കിൽ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ ഏകദേശം മനസ്സിലായി. ഇത്രയും കേട്ട സ്ഥിതിക്ക് അതിനകത്തൊന്ന് കടക്കാൻ ഒരാഗ്രഹമൊക്കെ ഇല്ലേ? ഉണ്ട്. അല്ല, കടക്കുകയും ചെയ്യും. മലയാളിയും തമിഴനും എങ്ങനെയും അതിനകത്ത് കയറും. അങ്ങനെ കഴിവ് നമുക്ക് അണ്ണാ എന്നൊക്കെ വിളിച്ചൊക്കെ ആയിരിക്കും അത് കയറുന്നത്. കയറി കഴിഞ്ഞ് പുലികളാകും അവിടെ, അല്ലേ? അത് നമ്മുടെ സഹജമായ ഒരു സവിശേഷതയാണ്. ചില ആളുകൾ കയറുക മാത്രമല്ല, മുന്നമേ അവിടെ കൊണ്ടുപോയി അങ്ങ് ഇറക്കുകയും ചെയ്യും. പോട്ടെ. അപ്പോഴേ ഇതിനകത്തിനെ അള്ളിപ്പിടിച്ച് നമ്മൾ ഇങ്ങനെ കയറിയെന്ന് കുട്ടിക്കും ആവശ്യം നമ്മുടെ ഇല്ലേ, കയറിപ്പോവും. അവിടെ കയറുമ്പോഴൊരു കാര്യം മനസ്സിലാകുന്നത്, ഇതിനകത്ത് നമ്മളെ തെറ്റിക്കാൻ പാകത്തിന് മറ്റൊരു മതിലുണ്ട്, പൊക്കം കുറഞ്ഞതാണ്. വൻമതിലിനും ചെറുമതിലിനും ഇടയ്ക്കൽപ്പ സ്ഥലവുമുണ്ട്. വൻമതിലിൽ നിന്ന് അകത്തെ ചെറുമതിലിലേക്ക് തിരിച്ചു കെട്ടിയ ധാരാളം ഭിത്തികൾ, കളങ്ങൾ, കള്ളികൾ. ഇങ്ങനെ കള്ളികൾ എന്ന് ഞാൻ പറഞ്ഞത് സൗകര്യമാരും ഉദ്ദേശമല്ല, അങ്ങനെ ധരിക്കുകയും ചെയ്യുന്നു. അയാൾ ഇത്രയും നേരം പറഞ്ഞിട്ട് അവസാനം കള്ളികൾ ഉദ്ദേശം എന്തുവാ? നിങ്ങൾ പിണങ്ങാതെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ, അതിലേക്ക് യൂബ്രട്ടീസിലെ വെള്ളം ചക്രം ചവിട്ടി കറക്കി നിറച്ച് അതിനകത്ത് മുതലകളെ വളർത്തുക. ഞാനിതിങ്ങനെ വീട്ടിൽ പണ്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞെടുത്തപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, അങ്ങനെ നമ്മളവിടെ വീണ പപ്പാ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എന്തോ ചെയ്യാൻ, എല്ലാം മുതല ചെയ്തോളൂ. നമ്മൾ ആശീർവാദം പറയാൻ പോലും നിൽക്കണ്ട, മൊത്തം അവൻ ഫിനിഷ് ആക്കി കളയും. മുതലക്കുളം. ഇതാ സ്ഥിതി. ഒറ്റ വഴിയുള്ളൂ, എന്നെങ്കിലും ഈ സ്റ്റാർ ഗേറ്റ് തുറന്നാൽ ചാടി കയറിക്കോളും. 1.5 ജില്ല കയറുക, അകത്ത് കയറി. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ നിവരെ പണി കഴിപ്പിച്ച വളവും തിരിവുമില്ലാത്ത ഒറ്റ വഴി പാത. ആ പാതയ്ക്ക് സമാന്തരമായി വീണ്ടും ചെറു റോഡുകളുണ്ട്. എല്ലാം പരിഷ്കരിച്ച മൈതാനം പോലെയാണ്. ഈന്തപ്പനത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, നിറവും സുഗന്ധവുമുള്ള പുഷ്പങ്ങൾ, ഇതൊക്കെ നിറച്ചിരിക്കുക. ഒത്തിരി പറയുന്നില്ല, നേരെ കുറവുണ്ട്. ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശവും വച്ചിരിക്കുന്ന മനോഹരമായ തണൽ മരങ്ങൾക്കുള്ളിൽ കൂടി പോകുമ്പോൾ ആ മരുഭൂമിക്കുള്ളിലും ഒരു കുളിർമ, ഒരു സുഗന്ധം. ഭയങ്കര മനോഹരമാണ് ഈ നഗരം. ഇതുകൊണ്ട് തീർന്നില്ല.
ഈ യാത്ര കുറേ ദൂരം ചെല്ലുമ്പോൾ ദാ ഒഴുകുന്നു യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് നദിക്ക് അക്കരെ ഇക്കരയും കടക്കാൻ ഒരു പാലം. പാലം തുടങ്ങുന്നതൊരു ഗോപുരത്തിൽ, പാലം തീരുന്നതൊരു ഗോപുരത്തിൽ. 2 ഗോപുരങ്ങളിൽ ഈ പാലം കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൈവരികൾ താമ്ര നിർമ്മിതമാണ്, മിനുക്കിയിട്ടിരിക്കുകയാണ് സ്വർണം പൂശി. എന്നിട്ട് പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ഇതിലേക്ക് അടിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിഫലനം വെള്ളത്തിൽ വന്നിട്ട് എന്തൊരഴകാണ് ഇവിടെ കാണാൻ. രാത്രിയാകുമ്പോഴേക്കും ഈ നിറം മാറി ഒരു ചുവന്ന കളറിലേക്ക് എത്തും. പ്രഭാത സൂര്യന്റെ ഈ കിരണം പ്രതിഫലിക്കുന്ന കാഴ്ച കാണാൻ ആളുകൾ ഒത്തുകൂടും. അവിടെ അവർ പ്രാർത്ഥിക്കും. അങ്ങോട്ട് നോക്കി, ബാൽദേവ അങ്ങയുടെ എഴുന്നള്ളത്താണിത്. സൂര്യനെ വന്ദിക്കും. വൈകിട്ട് ഇത് കണ്ടിട്ട് പറയും, നീ മണവറയിലേക്കുള്ള മടക്കയാത്രയാണ്. പാട്ടും നൃത്തവും ഉല്ലാസവും കൊണ്ട് അന്തരീക്ഷം മാറും. ഈ 2 ഗോപുരങ്ങളെ കുറിച്ച് ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ഗോപുരത്തിലേക്ക് കടക്കുമ്പോൾ 90 ഡിഗ്രി ആംഗിളിൽ താഴേക്ക് തുറക്കുന്നൊരു പടിക്കെട്ട്. താഴെ ചെന്ന് കഴിയുമ്പോൾ ഒരു കാഴ്ച, നദിക്കടിയിലൂടെ ഒരു ടണൽ. ടണലെന്ന് കേട്ടാൽ ശ്വാസം മുട്ടാൻ വരട്ടെ. ഒരു 10,000 പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള സൗകര്യം അതിനകത്ത്. പില്ലറുകളൊക്കെ ഉണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു ടണൽ. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ അതിശക്തമായ തൂണുകൾ. ആ തൂണുകൾ പോളിഷ് ചെയ്ത് മിനുക്കിയിരിക്കുക. ചുണ്ണാമ്പ് ചൂളകളിൽ നിന്നെടുക്കുന്ന ഒരുതരം വാതകം, ലൈം ലൈറ്റ് എന്ന് പറയും. അതിൻ്റെ വെളിച്ചം ഇതിലേക്ക് പ്രകാശിച്ചിട്ട് അന്തരീക്ഷം മുഴുവൻ കാണാം. അർത്ഥവൃത്താകൃതിയായൊരു സ്റ്റേജ് ഉണ്ട് അവിടെ. അവിടെ പാട്ടുപാടിയും നൃത്തം ചെയ്തും വ്യത്യസ്ത നിറമുള്ള വൈനും മദ്യങ്ങൾ, പാകപ്പെടുത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശദ്രക്കിനും മേശക്കിനും അഭേദനകവും ഒക്കെ കൊടുത്തപ്പോഴാണ് ആ കുട്ടികൾ പറഞ്ഞത് വേണ്ടെന്ന്. സ്ഥലമൊക്കെ മനസ്സിലായോ? ഡിന്നറിൻ്റെ അത്തരം സൗകര്യങ്ങൾ. ഇനി ഒരു കാര്യം പറഞ്ഞിവിടം വിടാം. ഈ നെബൂഖദ്നേസർ ഒരു വനവാസിയായ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു വനരാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവൾക്ക് ഈ നാട്ടിൽ വന്നപ്പോൾ ഈ പട്ടാളക്കാരുടെ മാർച്ചും കാഹളധ്വനിയും ആഡംബരവും ഒന്നും ഇഷ്ടമായില്ല. ഗ്രാമത്തിലെ പെൺകുട്ടിയല്ലേ. അവൾ ഈ ദുഃഖം പറഞ്ഞപ്പോൾ രാജാവ് വിട്ടില്ല. ഇതിനുള്ളിലൊരു വനം സജ്ജീകരിച്ചു നാളുകൾ കൊണ്ട്. ഒരു മല പ്ലാൻ ചെയ്തെടുത്ത് പല തട്ടുകളാക്കി മാറ്റി അതിൽ 10 അടി വിസ്തൃതി വരുന്ന ചുറ്റുഗോവണി ഉണ്ടാക്കി. ഏറ്റവും മുകളിൽ മരങ്ങൾ, തൊട്ടുതാഴെ ചെടികൾ, കുറ്റിച്ചെടികൾ. ഇതിലേക്ക് തട്ടുതട്ടായി വെള്ളം ചവിട്ടിക്കയറ്റാൻ പടയാളികൾ യൂഫ്രട്ടീസിലെ വെള്ളം ഇവിടെ കൊണ്ടെത്തിക്കും. പല തട്ടിലൂടെ ചവിട്ടി മുകളിലെത്തിച്ചിട്ടൊരു ജലധാര. ഏറ്റവും മുകളിൽ മനോഹരമായൊരു മട്ടുപ്പാവ്. ഇവിടൊക്കെ ഉലാത്തിക്കൊണ്ട രാജാവ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായി പടുത്തുയർത്തിയ മഹതിയാമ്പാവയിലല്ലയോ ഇത്. അതിനിവിടെ നമ്മൾ ഇതൊക്കെ പറയും, ഇതുപോലൊക്കെ പറയും. ഇതുപോലെ വല്ലതും ചെയ്തിട്ടാണോ? അപ്പം രാജാവ് പറയാ, എൻ്റെ പ്രതാപം ഇത്രയുള്ള ഈ പട്ടണത്തിൻ്റെ അകത്ത് കാണുന്ന ഈ മട്ടുപ്പാവ് കണ്ടിട്ട്, ഈ പൂന്തോട്ടം കണ്ടിട്ട്, ഇതിനകത്തെ മനോഹരമായ ആ നിബിഡ വനം കണ്ടിട്ട് ചരിത്രകാരൻ പേരിട്ടു ദ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയ. മതിലിൻ്റെ ഏത് വശത്ത് നിന്ന് നോക്കിയാലും തൊട്ടടുത്താണെന്ന് തോന്നും. അത്ര ഭംഗിയാണ്. പിന്നെ ഇയാളെ ചരിത്രത്തിലെ തങ്കശിരസെന്ന് വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. രാജാവേ, താങ്കൾ കണ്ട സ്വപ്നത്തിലെ ബാബിലോൺ താങ്കളുടെ സാമ്രാജ്യം, അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ടുള്ള തല താങ്കൾ തന്നെ. പക്ഷെ ഒരു കാര്യം, നിനക്ക് ശേഷം രാജ്യം ഇരുണ്ട അവസ്ഥയിലേക്ക് പോകും. ഘട്ടം ഘട്ടമായി ഭവിക്കുന്ന പരാജയത്തിനൊടുവിൽ ഈ രാജ്യം തകർന്നിട്ട് 2 ഭരണകൂടങ്ങൾ ഒന്നിച്ചു വന്ന് നിന്നെ വിഴുങ്ങി ഇല്ലായ്മ ചെയ്തിട്ട് ബാബിലോൺ തകർന്നടിയും. മേദ്യരും പാർസികളും അടങ്ങുന്ന, നമ്മൾ മീഡെന്ന ചരിത്രം പഠിക്കല്ലോ, അവർ ഇന്നത്തെ ഇറാനും ചേർന്ന് ഇറാഖ് എന്ന ബാബിലോണിയെ ആക്രമിച്ച് ഇത് നിലംപരിചാക്കും.
ആ സാമ്രാജ്യം ലോകമെങ്ങും വളരുമ്പോൾ അവിടെയും ക്ഷതം ഭവിച്ചിട്ട് അവനെയും ഉന്മൂലനം ചെയ്ത് മൂന്നാമത് മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം വരും. അതാണ് താങ്കൾ കണ്ട ഉദരം. ആ സാമ്രാജ്യം അധിക നാൾ നീണ്ടു നിൽക്കില്ല. കഷ്ടിച്ചൊരു 30 കൊല്ലം. ആ 30 കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ 50 കൊല്ലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ അത് തകർന്നടിയുമെന്ന് മാത്രമല്ല, പകരം ഒരു ഇരുമ്പ് യുഗം, യാതൊരു മാർദ്ദവമില്ലാത്ത, മനസാക്ഷിയില്ലാത്ത, കാരിരുമ്പിൻ്റെ കരുത്തുള്ള ഒരു സാമ്രാജ്യം വരും. അതാണ് റോം. ഈ റോമൻ സാമ്രാജ്യം ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ അസ്ഥിരതയുള്ള ഭരണകൂടങ്ങൾ എഴുന്നേൽക്കും. ഇരുമ്പും കളിമണ്ണും ബലം പോലെ തോന്നുമെങ്കിലും നിൽപ്പിന് ബലമില്ല. തൽസ്ഥാനത്ത് ഈ വ്യവസ്ഥയ്ക്ക് മുഴുവൻ അന്ത്യം വരുത്തിയിട്ട് അത്യുന്നതൻ ഒരിക്കലും ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. നീ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം. അപ്പം ഇത്രയും കാര്യത്തെ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ദൈവാസ്മാർക്കൊക്കെ നല്ല അറിവുണ്ട്. ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. പ്രിയപ്പെട്ടവരെ, തങ്കം കൊണ്ടുള്ള തല ബാബിലോന്യ സാമ്രാജ്യത്തിൻ്റെ പ്രതീകം. നെഞ്ചും കൈയും വെള്ളിയുമായി വരുന്നത് ബാബിലോണിന്റെ തകർച്ചയ്ക്ക് ശേഷം ആവിർഭവിക്കുന്ന പേർഷ്യൻ മീഡോ ഭരണകൂടം. അതിനുശേഷം മഹാനായ അലക്സാണ്ടർ ഗ്രീസാണ് ഈ വയറ് പ്രതികരിക്കുന്നത്. തുട പ്രതികരിക്കുന്ന ഇരുമ്പ് സാമ്രാജ്യം മഹത്തരമായ റോമാണ്. റോമിൻ്റെ പരാജയത്തിന് ശേഷം ജനാധിപത്യത്തിൻ്റെ ആധുനിക പ്രവണത ലോകത്ത് ശക്തിപ്പെടുകയും അസ്ഥിരങ്ങളായ മുന്നണികളും ഭരണ സംവിധാനങ്ങളും 4-5 കൊല്ലം എന്ന കണക്കിൽ ഭരിച്ച് തകർന്നടിയുന്ന ഘട്ടത്തിൽ അത്യുന്നതനായ ദൈവം ഒരിക്കലും തകരാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. അതാ കർത്താവ് പഠിപ്പിച്ച നിന്റെ രാജ്യം വരണമേ. ഹല്ലേലൂയ. അന്നേ പ്രവചിച്ചു വെച്ച 600 കൊല്ലം മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിനും 600-680 കൊല്ലത്തിനപ്പുറത്ത് പ്രവാചകൻ പ്രവചിച്ച മഹത്തരമായ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ചിലത് കൂടി ഞാൻ 1 by 1 ആയിട്ടൊന്ന് പറയാം. ഇതിനിടയ്ക്ക് ഈ നെബൂഖദ്നേസറിന് ഒരു പറ്റുപറ്റി. നിങ്ങൾക്കറിയാം, ഈ ദാനിയേലൊരു മനുഷ്യൻ്റെ ഇടപെടുന്ന ഭയങ്കര മാന്യം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏലിയാവ് ഇങ്ങനെയല്ലോണോ ഇടപെടുന്നത്. യെശയ്യാവ് ഇടപെടുന്നത് കണ്ടുണ്ടോ? യെശയ്യാവ് ചെന്നിട്ട് രാജാവിനോട് എടോ ഇങ്ങനെ കുട്ടികൾ വാക്യം മത്സരത്തിനൊക്കെ പറയില്ലേ, എടോ യഹോവ നിന്നെ തൂക്കിയെടുത്ത് ചുരട്ടി എറിഞ്ഞു കളയും. നമ്മുടെ നാഥാൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞു. നാഥാൻ ഇതിന് പറഞ്ഞു, ആ മനുഷ്യന് ഇയാളാ മയമില്ല. ഏലിയാവ് കുറെ കൂടെ കട്ടിക്ക് ഇസ്രയേലിനെ കഷ്ടപ്പെടുന്നത് ഞാനല്ല. പാസ്പോർട്ട് എടുത്ത് നോക്കണോ? ഞാനത് മയപ്പെടുത്തി പറഞ്ഞ പുള്ളിക്കൂടെ കട്ടിക്കാ പറഞ്ഞത്. അങ്ങനല്ലേ? ദാനിയേൽ എന്ത് ഡീസൻ്റായിരുന്നു. ദാനിയേൽ ഒരുവനെ കാണുമ്പോഴേ, രാജാവിനെ കാണുമ്പോഴേ ബഹുമാനത്തോടെ പറയും, തിരുമനസ് ദീർഘായുസ്സായിരിക്കട്ടെ. കേൾക്കുമ്പോഴൊരു തൃപ്തി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഈ മനുഷ്യൻ ഹൃദയം തുറന്നൊരുത്തനോട് തിരുമനസ്സേ ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി അവൻ കൊല്ലപ്പെടും. അല്ലെങ്കിൽ അവൻ ഏതാണ്ട് ഒരു ആപത്ത് പിണയും. ചത്തില്ലെങ്കിൽ ചത്ത മതി എന്ന് ആഗ്രഹിക്കും. കാരണം എന്താ? രാജാവിനോട് പറയാ, അച്ഛാ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്താ? കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഒരു 7 കൊല്ലം പുല്ല് തിന്നു. നല്ലതാച്ചാ പ്രകൃതി ചികിത്സ. എന്തിനാച്ചാ ഈ ചപ്പാത്തിയൊക്കെ തിന്നുന്നത്, അല്ലെങ്കിൽ ഈ അറബി ഫുഡ് വല്ലാതെ കഴിയുന്നത്? പുല്ല് നല്ലതാണ്. ഇങ്ങനെ സ്മൂത്തായിട്ട് അതൂത് പറഞ്ഞല്ലേ. 7 കൊല്ലം പുല്ല് തിന്നു. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ ഫ്രീക്കന്മാരായിട്ട് നമ്മളുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ബൈബിളിലുണ്ട് ഫ്രീക്കൻ. ആദ്യത്തെ ഫ്രീക്കൻ നെബൂഖദ്നേസറായിരുന്നു. അറിയാമോ? ഞാനിതെല്ലാം ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ആദ്യത്തെ ഫ്രീക്കൻ ആരായിരുന്നു? നെബൂഖദ്നേസർ. കാരണം മുടിയെല്ലാം വളർത്തി, നഖവും വളർന്ന് മൃഗമായിട്ട് തീർന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയും എത്തിയില്ലല്ലോ. അതോർത്ത് ദൈവത്തെ ശ്രദ്ധിക്കണം. അതൊക്കെ ഒരു ദൈവം അല്ല എന്തോ പറയട്ടെ. അപ്പോൾ ഇയാൾ ഇങ്ങനെ, ഞാൻ ആ രംഗം ചിലപ്പോൾ ഓർക്കും. ഈ നെബൂഖദ്നേസറിനെ എങ്ങാനും നമ്മളൊന്ന് കാണാൻ ചെന്നു. പുള്ളിക്കാരി ഇറങ്ങി വരും. എന്നാ വന്നേ? അത് രാജാവിനെന്താ കാണാൻ? അച്ഛാനേ കാടി കുടിച്ചിട്ട് അങ്ങോട്ട് പോയതുള്ളൂ. ഞാൻ ഇച്ചിരി പുളിങ്കുരു കലക്കിക്കൊണ്ടിരിക്കുക. അത് വെയിറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഇന്നലെ മേടിച്ച പിണ്ണാക്ക് തീരെ കൊള്ളത്തില്ല. അച്ഛൻ കുടിച്ചിട്ട് കുറച്ച് നേരമായി. നെബൂഖദ്നേസറിൻ്റെ അവസ്ഥ കണ്ടോ? അതെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ? ഇന്ത്യൻ സമയം രാവിലെ 7:30
ചിക്കനും ചപ്പാത്തിയും കഴിച്ചവനെ ഡിന്നറിലിരുന്നപ്പോൾ പൊല്ലി തീറ്റിച്ച ദൈവം. അതാ ബൈബിളിലെ ദൈവം. മലയാളിൽ പോയില്ല, എന്ത് ചെയ്തു കണ്ടോ? 12 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ പൊല്ലി നിന്നല്ലോ. ഒരു മനോരോഗത്തിൻ്റെ അവസ്ഥയാട്ടോ. ഈ രോഗമുള്ള ചില മനുഷ്യർ നമ്മുടെ കയ്യിലുണ്ട്. ചില കേട്ടിട്ടില്ലേ? പണ്ടത്തെ ആഹാരമായിരുന്നു സൂപ്പർ. പണ്ടത്തെ മനുഷ്യൻ്റെ ആരോഗ്യം, പണ്ടത്തെ ചുമ്മാ പറയുന്ന മക്കളെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കരുത്. പണ്ട് ഇവിടെ ആരോഗ്യം, പച്ചക്കറിക്കതെല്ലാം വിഷം, പാലൊന്നും കൊള്ളത്തില്ല. ഇതാരാ പറഞ്ഞേ? ഈ പാല് വന്ന ശേഷം മനുഷ്യൻ പാല് കുടിച്ച് തുടങ്ങിയ, ചായ കുടിച്ച്. മറ്റേ എക്സ്റേ പോലൊരു പശു, വീട്ടിലൊരു പശു ഉണ്ട്, എക്സ്റേ എടുത്തു പോലൊരു സാധനം. ഇതിൻ്റെ കാല് പിടിച്ചാൽ ഒരു ചായ, അത് ഈ കാതോർക്കും കൊച്ചു ചെറുക്കിനെ കൊടുക്കാനുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ അവസ്ഥയിൽ നിന്നൊക്കെ കാലം മാറിയത് എങ്ങനെ? ആധുനികത ശക്തിപ്പെട്ടപ്പോൾ. ശരിയാണോ? ഇങ്ങനെ ഈ പ്രകൃതി എന്നും കേട്ടാൽ വിശ്വസിക്കരുത്. വാട്സാപ്പ് നോക്കിയിട്ട് ഷുഗറിനൊരു മരുന്നുണ്ട്, ഒറ്റമൂലിയാണെന്ന് കഴിക്കരുത്, കിഡ്നി അടിച്ചു പോകും. വേറെ കുഴപ്പമില്ല, ഷുഗറങ്ങ് മാറും, കിഡ്നി അടിച്ചു പോകും. ഇതുപോലെ ചില ദൈവാസന്മാരുണ്ട്. ഞാനൊരാളോട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദൈവം ഒരു അരുളപ്പാട് തന്നു, പാണ്ടിടാൻ പാടില്ല, മുണ്ട് കൊടുക്കാവുള്ളൂ, ഷർട്ട് ഉൾക്കൈയിട, അത്ര ഒരു വിശാലതയുണ്ട്, പേസ്റ്റ് ഇട്ട് പല്ല് തേക്കാൻ പാടില്ല, പഴയ ഉമ്മിക്കരി, പിന്നെ എന്തോ വേറെ കുറേ കഥകൾ പറഞ്ഞാൽ പെർഫ്യൂം അടിക്കരുത്, പൗഡർ ഇടരുത്. എല്ലാം ഞാൻ പറഞ്ഞൊരു നല്ല കൃപയാണല്ലോ. പക്ഷെ നീ ഈ കൃപയും കൊണ്ട് ഞങ്ങളുടെ ഒന്നും അടുത്ത് വരരുത്. കൃപയില്ലാത്ത കുറേ പാവങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. നീ വല്ല ഹിമാലയ സാനുക്കളിലും പോകണം അല്ലേ? ഈ പ്രകൃതിയിലൊക്കെ കൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിക്കണം. അവർക്കൊക്കെ എന്തോ കുഴപ്പമുണ്ട്. അതാണ് ആത്മീയത. അല്ലാന്ന് അപ്പോൾ നെബൂഖദ്നേസർ പുല്ല് നിന്ന് എഴുവല്ലോ. അത് ഒരു മാനസികരോ, അയാൾ മൃഗമായി എന്ന് അയാൾക്ക് തോന്നി. പിന്നെ മൃഗം പോലെയാണ് ജീവിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ, അവന് മൃഗം പോലെ തോന്നിയാൽ പിന്നെ നമ്മൾ പാണ്ടിടിക്കാൻ വേണ്ടി പോകരുത്. അവനായിട്ട് ജീവിച്ചോട്ടെ, അവനെ വിട്ട് പൂട്ടി അവിടെ ഇട്ടേക്കണം. മനസ്സിലാകുന്നുണ്ടോ? പോട്ടെ, നമ്മുടെ പിള്ളേരെയൊക്കെ വിട്ടേക്ക്, തിരിച്ചു വരാം. അപ്പോൾ ഇയാളുടെ കൊച്ചുമോൻ്റെ കാലം, പേരക്കിടാവിൻ്റെ കാലമായി. ആ പേരക്കിടാവിൻ്റെ പേരാണ് ബേൽശസർ. പേരക്കിടാവിനെ മകനെന്ന് പറയാറുണ്ട്. അതിൻ്റെയും പേരക്കിടാവിനെ മകനെന്ന് വിളിക്കുക. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ എന്നൊക്കെ പറയുമ്പോൾ ഗ്രാൻഡ് സണ്ണിനെ മകനെന്ന് വിളിക്കുന്ന ശീലം ബൈബിളിലുണ്ട്. അവൻ്റെ പേരാണ് ബേൽശസർ. ഈ ബേൽശസർ രാജ്യം ഭരിക്കുമ്പോൾ അവനൊരാഗ്രഹം, അടുത്ത് കിടക്കുന്ന പേർഷ്യ എന്ന ഇറാൻ വെട്ടിപ്പിടിക്കണം. അതായത് ഇറാഖ് ഭരിക്കുന്ന രാജാവിനൊരു തോന്നൽ, ഇറാൻ കൂടി വെട്ടിപ്പിടിക്കണം. ഈ യുദ്ധമൊന്നും പുതിയ കഥയല്ലെന്ന്, പണ്ടുള്ളതാ. ക്രിസ്തുവിന് 600 കൊല്ലം മുമ്പുള്ള സംഭവമായി പറഞ്ഞേ. ഇത് വെട്ടിപ്പിടിക്കണം. ഈ വാർത്ത ഇറാനിയൻ ചക്രവർത്തിയായിരുന്ന കോരസ് അഥവാ സൈറസ് അറിഞ്ഞു. ചാരപ്പട വാർത്ത ചോർത്തി. കേട്ടോ, അന്ന് സ്പൈവർക്കൊക്കെ എത്ര ശക്തമാണ്. ഇൻ്റലിജൻസ് വാർത്ത ചോർത്തി. ഇൻ്റലിജൻസ് വാർത്ത ചോർത്തി എന്നപ്പോൾ നിങ്ങൾക്കൊരു വിഷമം എന്താണെന്നറിയണ്ടേ? മൻമോഹൻ സിംഗ് 2 തവണ കേരളത്തിൽ വന്നു. 2 തവണയും വഴി തെറ്റിച്ച് ഇൻ്റലിജൻസാണ് നമുക്കവിടെ ഉള്ളത്. ആ പാവത്താണ് അതിലെല്ലാം നടന്നു. കമ്പട്ട് സ്റ്റേഷൻ്റെ പുറവഴി നടന്നു, ഓട്ടോറിക്ഷ പിടിച്ചു, പിന്നെ എങ്ങനെയൊക്കെയോ വിമാനത്താവളത്തിലെത്തി വീട്ടിൽ പോയി. നിങ്ങൾ അതിനുശേഷം ഈ മൻമോഹൻ സിംഗിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ചിരിച്ചാലും കരയുന്ന പോലെ ഇരിക്കും. ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഏത് ഫോട്ടോയിൽ അതേ ആത്മാർത്ഥത്തോടെ ചിരിക്കുക. കണ്ടാ തോന്നുന്നത് കരയുകയാണ്. കേരളത്തിൽ വന്നതിൻ്റെയാണ്. മനസ്സിലായില്ലേ? നല്ല ഫോട്ടോ ഉണ്ടെന്ന് കാണിക്കണം. നല്ല ഫോട്ടോയാണ്, പക്ഷേ അതേ ആത്മാർത്ഥമായിട്ടാണ് ചിരിക്കുന്നത്. കാണുന്നവർക്ക് തോന്നും സങ്കടം കൊണ്ട് കരയുകയാണ്. ഫോട്ടോ. അപ്പോൾ ഇവിടെ ഇൻ്റലിജൻസ് വാർത്ത ചോർത്തി സൈറസിന് കൊടുത്തു. സൈറസ് അമ്പരന്നു. സൈനിക ശക്തി കൊണ്ട്, കരുത്ത് കൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ട് ഇറാഖിനോട് പിടിക്കാൻ തനിക്ക് ശേഷി പോരാ, തോറ്റുപോകും. എങ്കിലും പൊരുതാൻ ഉറച്ചു. അതെങ്ങനെ പൊരുതെന്നറിയണ്ടേ? ഇവിടേക്ക് അവൻ്റെ സേന വരും മുമ്പ് ഞാൻ അവിടെ ചെന്ന് പൊരുതും, അങ്ങോട്ട് കയറി ആക്രമിക്കും, ആദ്യത്തെ അടി ഞാൻ കൊടുക്കും, പരമാവധി നാശം വിതയ്ക്കും, ഒത്തെങ്കിൽ ജയിക്കും, ഇല്ലെങ്കിൽ മരിക്കും, അല്ലാതെ തല കുനിക്കില്ല. സൈറസ് തീരുമാനിച്ചു. ഏറ്റവും അടുത്ത അനുചരന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിശിഷ്ടാതിഥി കാണാനെത്തി.
വേറെ ആരുമില്ല, മേദ്യയുടെ ഭരണാധികാരി നമ്മളറിയുന്ന ദാരിയൂസ് അല്ലെങ്കിൽ ദാര്യാവേശ്. മേദ്യയുടെ ഭരണാധികാരിയും സൈറസും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം മേദ്യ ഭരണാധികാരിയായ ദാരിയൂസിൻ്റെ ഒരു മകളെയാണ് കോരസ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാ? അമ്മാവിയപ്പൻ. പണ്ട് അങ്ങനെ ഒരു പണിയുണ്ട്. തൊട്ടടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഡിപ്ലോമസിയുടെ ഭാഗമായി തൻ്റെ മകളെ ഇപ്പുറത്ത് കല്യാണം കഴിച്ചു കൊടുക്കും. പിന്നെ യുദ്ധം വരികയില്ല, ഒരു ബന്ധം, അലയൻസ് വരാൻ വേണ്ടിയാണ്. പിന്നെ ഇവന് മനസ്സിലാകും ഇതിലും ഭേദം യുദ്ധം ആരെന്നും. അത് വേറൊരു സത്യം. ഏതായാലും കല്യാണം കഴിച്ചു കൊടുത്തു. ചില ദേവാസ്മാർക്ക് ചിരിക്കണമെന്നുണ്ട്. അവർ കുടുംബവിഷയം കൊടുത്ത് ചിരിക്കാതിരിക്കണം. ചിരിച്ചു പോയാൽ അതിന് വേറെ വിഷയം. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ തന്നെ ഇവിടുന്ന് വന്ന് പറയുന്നത് ഇവിടെ ആയോണ്ടാണ്. നാട്ടിലൊന്നും ഇത് പറഞ്ഞേക്കല്ലേ, ഉദ്ദേശിച്ച് ഇങ്ങനെ പോകുന്നു പറഞ്ഞേക്കല്ലേ, പോട്ടെ, ഞാനെങ്ങനെയൊക്കെ ജീവിച്ചു പോകണം. എൻ്റെ ഒരു നേച്ചർ റയിച്ചാൽ മനസ്സിലായി കാണും. എൻ്റെ വേറെ ലോകത്തോട് ഇങ്ങനെ അങ്ങ് പോയി എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ജനങ്ങളോട് അങ്ങനെ മിങ്കിൾ ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മുടെ ഒരു ചെറിയ ലോകം. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സഹോദരിക്ക് അവർ വളരെ ടോക്കറ്റീവാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ആയപ്പോഴാണ് അവർക്കൊരു സന്തോഷം. സത്യം പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഓരോ കഥകൾ പറയും. നമുക്കിതെല്ലാം കേൾക്കാൻ നേരമുണ്ട്. നമ്മൾ വേറെ ലോകത്താണ്, വായനയും പഠനമൊക്കെ ആയിട്ട് പോവാണ്. ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അവർ ശ്രദ്ധിക്കാതായി. ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ പറയുന്നൊന്നും അച്ഛാ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നമ്മുടെ വികാസോട് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. പുള്ളി കുറേ ടെക്നിക്ക് പറഞ്ഞു, അതൊന്നും വിജയിച്ചില്ല. കാരണം പിന്നെ അത് ഈ കുടുംബ വിഷയങ്ങളൊക്കെ മാറി എങ്ങനെയാണെന്നറിയില്ലേ. ഈ സഹോദരി നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. വൈഫ് പറയുന്നതറിയോ, പക്ഷെ ആ പാലും കൊണ്ട് വരുന്ന ആ പുള്ളി എല്ലാ ദിവസവും പാല് വെക്കുന്നിടത്തല്ല ഇന്ന് വെച്ചിരിക്കുന്നത്. ഇന്ന് കുറേ വടക്കോട്ട് മാറിയ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും വളരെ ആഹാ ഇത്രേ ഉള്ളൂ സംഭവം. കുടുംബജീവിതം ഇത്രേ ഉള്ളൂ. എനിക്ക് ഈയിടയ്ക്ക് എനിക്ക് മനസ്സിലായത് ഇത്ര നിസാരമാണ്. ആ പത്രം കൊണ്ടിടുന്ന പയ്യനുണ്ടല്ലോ വെച്ചാൽ സൈക്കിളെ ചവിട്ടി വരുന്ന ആ പയ്യൻ ഇന്ന് നടന്നാ വന്ന അമ്പഴ ഇത്രയുള്ള സംഗതി. കൗൺസിലിംഗ് ഒക്കെ കൊണ്ട് നമ്മോട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ അത് ഇപ്പോൾ പഠിക്കും. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു ആ പയ്യന്. അപ്പോഴത്തെ ഞാനിങ്ങോട്ട് പോകുന്നു. 1 മാസമേ ആയുള്ളൂ. പോട്ടെ, ചുരുക്കി പറഞ്ഞാൽ സൈറസ് അറിഞ്ഞു, അടി വരുന്നു. കോരസ് വന്നു, ദാരിയൂസ് വന്നു. മനെ ഇയാൾ യുദ്ധം ചെയ്യാൻ പോകുന്ന കേട്ടു. ശരിയാ പിതാവേ. 87 അടി കനമുള്ള മതില്, 100 അടി അതിൻ്റെ ഉയരം. ഞാൻ അളവ് പലതാവർത്തി പറയുന്നത് മനസ്സിൽ കിടക്കാനട്ടാ. 2 വീതം കുതിരകളെ കെട്ടി 6 രഥങ്ങൾക്ക് ഒരുപോലെ പോകാം. ഒരു രോമത്തിന് ഉന്നം പിഴക്കാത്ത ആയുധപാടികളായ കവചധാരികളായ സൈനികരവരുണ്ട്. സുശക്തമായ ചാരപ്പടയവനുണ്ട്. എങ്ങനെ ജയിക്കും അറിയാവുന്നില്ല. ഇത് കേട്ട് കോരസ് പറഞ്ഞു, ഞാൻ ജയിക്കാനല്ല പിതാവേ, ആത്മാഭിമാനം നിമിത്തം നമ്മെ വന്ന് ആക്രമിക്കും മുമ്പ് അങ്ങോട്ട് ഇരമ്പിക്കയറി അടിക്കണം. പയ്യനിത് പറയുക. അപ്പന് വലിയ ബഹുമാനം. അപ്പൻ പറഞ്ഞു, മകനെ ഭാരപ്പെടണ്ട, നീയെ ജയിക്കൂ യുദ്ധം. നീ നോക്കാനൊന്നും പോകുന്നില്ല. യുദ്ധത്തിന് ഞാനുമുണ്ട്, നിനക്കൊപ്പം എൻ്റെ സേന. അദ്ദേഹം പറഞ്ഞത് വേണ്ട. യുദ്ധം പട്ടുപോയാൽ ഈ രാജ്യം അനാഥമാകും. അങ്ങയുടെ മകള്, ഈ പ്രജകൾ എല്ലാം അങ്ങ് നോക്കണം. ഞാൻ പൊരുതാൻ പോവാ. കോരസ് പറഞ്ഞു, ആ ദാരിയാവേശ് പറഞ്ഞു, മകനെ നീ അപ്പനെ പറ്റി എന്താ ധരിച്ചത്? നീ യുദ്ധത്തിന് പോകുമെന്ന് പറഞ്ഞപ്പോഴേ നീ ജയിക്കാൻ വേണ്ട സംവിധാനം ഞാൻ ചെയ്തു വച്ചു. അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂബർട്ടീസ് നദി അറിയാമോ? അറിയാം. അതിൻ്റെ ഉത്ഭവസ്ഥാനം അറിയാമോ? ഇന്നലെ ഞാൻ ആ ഉത്ഭവസ്ഥാനമൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ആ ഉത്ഭവസ്ഥാനത്ത് 10,000 വരുന്ന എൻ്റെ അടിമകളെ കൊണ്ട് തടിയും മണ്ണും കല്ലുമൊക്കെ ഇട്ട് ഞാൻ ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടു, നില ഉണക്കി. വെളിപ്പാടിൽ വീണ്ടും കാണുന്നു. 6ാമത്തെ
അവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വാറ്റി. വരാനിരിക്കുന്ന കേട്ടോ, പണ്ട് യൂഫ്രട്ടീസ് നദി വറ്റിച്ച് കാണിച്ചവൻ ആവർത്തിച്ചു പറയുക, അതങ്ങ് വാറ്റി. ഹല്ലേലൂയ. ഈ ബൈബിൾ പ്രവചനത്തിന്റെ കൃത്യത, അതിൻ്റെ മൂർച്ച, അതിൻ്റെ ആധികാരികത. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ കവച്ചു വെക്കുന്ന ഒരു ചിന്തയും ഉലകം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നവ ചരിത്ര പുസ്തകങ്ങൾ കൂടി പറഞ്ഞ് നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം. ആധികാരികത അല്ലാത്ത ഞാൻ പറയില്ല. സ്തോത്രം. പ്രിയരെ, കൊടുക്കണം. കോരശ് പറഞ്ഞു, ഒന്നുകൂടെ അമ്മായിപ്പം പറഞ്ഞു. ഉണങ്ങിയ നിലത്തിൻ്റെ 2 ഭാഗം വഴി ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ആയുധം വച്ച് കിട്ടി. സുഗന്ധ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ എൻ്റെ സൈനികർ ഇറങ്ങി. അവരിനകത്ത് കിടന്നു. നാട്ടുകാരെടുത്ത് പാവങ്ങൾ പെർഫ്യൂം വിൽക്കാൻ വന്നല്ലേ, വിറ്റു. പക്ഷെ ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം അടി നടക്കും. ചാരപ്പട വിന്യസിക്കപ്പെട്ടിരിക്കുകയെന്നും അടിക്കാൻ പാകത്തിനുള്ള ഇത്രയും സെറ്റപ്പാക്കിയിട്ടാ അമ്മായിയപ്പം കാണാൻ വന്നു. ഉണ്ടോ കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടുകാണാൻ ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കെട്ടിക്കോണം. അതിനൊക്കെ നമുക്കൊക്കെ പറ്റിയ പാറ്റ്. മനസ്സിലായില്ലേ? പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ അടിച്ചു കയറി ഈ വഴിക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കാർന്നവരോട് പുള്ളി പറഞ്ഞു, അപ്പാ സംഗതി കൊള്ളാം, പക്ഷെ എനിക്ക് ഈ പാത്തും പതുങ്ങിയുള്ള യുദ്ധത്തിനില്ല, അഭിമുഖ യുദ്ധം. അപ്പനതിലെ പോരെ. കോരേശ് ഇറങ്ങി പുറപ്പെട്ടു. അത്ഭുതം കേൾക്കണോ? ബൈബിളിൽ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, മനസ്സിൽ കിടന്നോട്ടെ. റഫറൻസ് കൊണ്ടവർക്ക് 20-ാം അധ്യായം യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ ചെന്ന് കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക. ഈരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ കഴുതപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ. മരുഭൂമിയെ കുറിച്ചുള്ള പ്രവാചകം തെക്ക് ചുഴലിക്കാറ്റ് വരുന്നത് പോലെ അത് വരുന്നു. മേദ്യയെ കരിച്ചെല്ലുക, പേർഷ്യയെ കരിച്ചെല്ലുക, മേദ്യയെ നിരോധിച്ചു കൊള്ളുക, അതിൻ്റെ ഞരക്കമൊക്കെ ഞാൻ നിർത്തിക്കളയും. ഇതെല്ലാം ബൈബിളിൽ കാലങ്ങൾക്കപ്പുറത്ത് എഴുതി വെച്ചു. യെശയ്യാവ് ഇത് എഴുതുമ്പോൾ ഈ സംഭവം നടന്നില്ലെന്ന് മാത്രമല്ല, 1 നൂറ്റാണ്ട് മുമ്പ് ഈ മഹാനഗരത്തിൻ്റെ നാശം പ്രവാചകൻ മുൻകൂട്ടി എഴുതിയത് എന്നോർക്കുമ്പോഴാ ബൈബിൾ പ്രവചനം വിസ്മയമാണ്. ഹല്ലേലൂയ. പ്രവചനം പഠിക്കുന്തോറും കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. പുനരാഗമനത്തോട് നമ്മൾ അടുക്കുന്നു എന്നതിൻ്റെ 100 തെളിവുകളുടെ വഴിയാത്രയിലെ ഏതാനും കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകൻ പറഞ്ഞ പോലെ സംഭവിച്ചു. കോരേശും സേനയും നേരെ അഭിമുഖമായിട്ടങ്ങ് ചെന്നു. ചെല്ലുമ്പോഴത്തെ കാഴ്ച 100 അല്ല, 101 കവാടങ്ങളും മലർക്ക തുറന്നു കിടക്കുന്നു. സൈനികൻ പറഞ്ഞു, പ്രഭു കടക്കരുത്, ഇത് ട്രോജൻ യുദ്ധം പോലെ നമ്മളെ അകത്തിട്ട് കഥകളെല്ലാം അടച്ചിട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അതൻ ട്രോജൻ യുദ്ധമൊന്നും അല്ല പറഞ്ഞ് അകത്തിടും. ഇത് കേട്ടെ കോരശ് പറഞ്ഞു, ഈ പൊരുതി മരിക്കാൻ നനച്ചവനെ ഭയം കൊടുത്ത് പിന്നോട്ട് വിടരുത്. മനസ്സിലായോ? അതാ മിനിസ്ട്രി. പൊരുതി ജയിക്കാൻ വന്നതാ. പൊരുതി ജയിക്കുക മാത്രമാണ് ലക്ഷ്യം. പരാജയം എന്നൊരു ചിന്തയില്ല. കലപ്പമേൽ കൈവച്ചിട്ട് തിരിയുന്ന പ്രശ്നമില്ല, മുന്നോട്ട് തന്നെ. അതാ നമ്മൾ പാട്ടുപാടി. ജാഗ്രതയോടെ മുന്നോട്ട് പോയിക്കൊള്ളണം. ഏത് തടസ്സങ്ങളെയും വെട്ടിമാറ്റുന്നവൻ നമ്മുടെ മുന്നമേ കടന്നു പോയിട്ടുണ്ട്. ആ കാഴ്ചപ്പാടില്ലാത്തതാ ഭയം വരാൻ കാരണം. ഹല്ലേലൂയ. 101 കഥകൾ. ഇവർക്കൊരത്ഭുതം. നോക്കി നിൽക്കേ താടി നീട്ടി വളർത്തിയ തേജോരൂപികളായ ഒരു പറ്റം ആളുകൾ അവിടെ വന്നു. പ്രഭു, താങ്കൾ കോരേശല്ലേ? അങ്ങേക്ക് ഈ കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിലേക്ക് എന്നെ ക്ഷണിക്കാൻ നിങ്ങളാരാ? പ്രഭു, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല.
70 വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളുടെ പിതാക്കന്മാരിവിടെ വന്നു. ഞങ്ങളെ തോളിലെന്തിയും അല്ലാതെയും വന്നവർ പലരും മരിച്ചു. 70 കൊല്ലം ഞങ്ങൾ അടിമകളായി പ്രവാസികളായി ഇവിടെ കിടക്കവേ ഞങ്ങളുടെ പ്രവാസകാലം 70 കൊല്ലം കൊണ്ട് തീരുമെന്നു. ഞങ്ങൾ വാഗ്ദത്ത ദേശത്ത് തിരിച്ചു ചെല്ലുമെന്നും ഞങ്ങളെ തിരിച്ചു കൊണ്ടെത്തിക്കുന്ന ആളും നീയാണെന്നും നീ ജനിക്കും മുമ്പ് നിന്റെ പേർ കുറിച്ചു വെച്ച് നിന്നെ കുറിച്ച് എഴുതി വെച്ച ഗ്രന്ഥ ചുരുളും കൊണ്ടാ ഞങ്ങളിവിടെ നിൽക്കുന്നത്. ചരിത്രത്തിന്റെ ഇടനാടിയിലൂടെ നിന്റെ കുതിരക്കുളമ്പടി കെട്ടപ്പോൾ അകമ്പുറം ആവേശഭരിതരായി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുക. അങ്ങാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഉത്സാഹം ഇരട്ടിച്ചു. അങ്ങേക്ക് കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. കോരേശ് കുതിരപ്പുറത്തൊന്ന് നിലത്തിയാടി. തന്നെ കുറിച്ച് പറയുന്ന പ്രവാചക വചനങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. വായിക്കാം. യെശയ്യാ 45:1 മുതൽ വായിച്ചുകൊള്ളുക. പെട്ടെന്ന് വായിച്ചു. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി. ആ കോരേശിന്റെ പേർ ചൊല്ലി പ്രവാചകൻ വിളിക്കുമ്പോൾ കോരേശ് ജീവിച്ചിരുന്നിട്ടില്ല. ജീവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരാ, ജനിച്ചിട്ടില്ല. കോരേശ് ജനിച്ചിട്ടില്ലെന്ന് പോട്ടെ, അവൻ്റെ അപ്പനും ജനിച്ചിട്ടില്ല. അവൻ്റെ വല്യപ്പനുണ്ട്. അവൻ്റെ വല്യപ്പനന്ന് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കക്ഷികളെ കണ്ടോ? ഈ രൂപത്തിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ഓടുന്ന പ്രായമാണ്. ആ ഓടുന്ന കൊച്ചിനെ നോക്കി അവൻ്റെ കൊച്ചുമകൻ്റെ പേര് വിളിക്കാൻ ധൈര്യം കാട്ടിയ പുസ്തകമാണ് ബൈബിൾ. ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ല. കൊണ്ടേ കാണിച്ചു തരണം. ഇങ്ങനെ ഒരു പുസ്തകമില്ല. ഇവര് യഹൂദന്മാർ പോലും അല്ല. ഈ കോരേശുമൊക്കെ ഇറാനിയനാ, ആര്യന്മാരാണ്. വായിച്ചല്ലേ? ഹോവതന്റെ അഭിഷിക്തനായ കോരേശ്. ആ പേര് യെശയ്യാ ഉദ്ധരിക്കുമ്പോൾ കോരേശില്ല. കണ്ടോ? അവന്റെ പേർ ചൊല്ലി വിളിച്ചിട്ട് പറയാ. വായിച്ചട്ടെ. അവന് ജാതികളെ കീഴടക്കി. അല്ലയോ കോരേശ്, നീ ജാതികളെ കീഴടക്കും. പിന്നെ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും. രാജാക്കന്മാരുടെ അരക്കച്ച അടിക്കുക. അടിമയാക്കുന്നതിന്റെ ലക്ഷണമാണ്. രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിന്. കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. എന്തെന്നാ കഥ ഏതാന്ന് മനസ്സിലായോ? 100 കഥ ഓർക്കുന്നുണ്ടോ? ഈ കഥക് പണിയുന്ന ആശാരി അന്ന് ജനിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ വചനം പറയുമ്പോൾ. പൂട്ടുപിടിപ്പിക്കുന്ന കൊല്ലപ്പണിക്കാരൻ ജനിച്ചിട്ടില്ല. ഉത്തരവിടുന്ന നെബൂഖദ്നേസറും ജനിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കാതെ മുൻകൂട്ടി കണ്ടവനെയാ നമ്മൾ ദൈവം കർത്താവെന്ന് വിളിക്കുന്നതെങ്കിൽ തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് ആത്മാവിൽ ദൂത് കൊടുക്കുക. ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും. വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. എത്ര ആനന്ദമാണ്! അവൻ നമ്മുടെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തറിയാം? നമ്മളാ പിടിച്ചെങ്കിൽ ദുർബലമാകും, ചിലപ്പോൾ ഊരിപ്പോയി. എത്ര ആനന്ദമാണ്! നമ്മളെ കർത്താവ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ബലമുള്ളൊരു കരത്തിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ദുർബലമായി കരത്തിൽ ബലമുള്ള ഒരുത്തൻ പിടിച്ചാൽ ആർക്കും പറിച്ചെടുത്തുകൊണ്ട് പോകാനാവാത്ത വിധം ഏത് നദി കടക്കുമ്പോഴും, ഏത് കടൽ കടക്കുമ്പോഴും, ഏത് ആകാശം കടക്കുമ്പോഴും, ഏത് മല കടക്കുമ്പോഴും ബൃഹത്തായ ബലവത്തായ ഒരു കരം എന്നെ ആത്മാർത്ഥമായി പിടിച്ചിരിക്കുക. അതാ ഉത്തമയത്തിൽ പറയുന്നത്, നിന്റെ ഇടങ്കരം എൻ്റെ തോളിൽ മീതെ ഇരിക്കട്ടെ, നിന്റെ വലങ്കരം എന്നെ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കട്ടെ. ആ ചൂടേറിയ മരുഭൂ യാത്രയിൽ നമുക്ക് സന്തത സഹചാരിയായി ആ സർവശക്തന്റെ കരമുണ്ട്. അങ്ങനെ ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ നിനക്ക് മുൻപായി ചെന്ന്. അല്ലാതെ ഇങ്ങേരെ അങ്ങോട്ട് പോക്കോ, ഞാൻ പുറകെ വരാന്നല്ല. ഞാൻ നിനക്ക് മുൻപേ ചെന്നു. ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. 87 അടി കനമുള്ള മതിൽ കണ്ടിട്ട് പ്രവാചകൻ പറയുക, ആത്മാവിൽ ദൂത് പറയുക, ദുർഘടങ്ങളെ നിരപ്പാക്കി. താമ്രവാതിലുകളെ തകർത്ത്. കണ്ട, ഈ താമ്രവാതിലില്ലേ, അതിനെ പൂട്ടുപിടിപ്പിക്കുന്നവൻ ജനിക്കും മുമ്പ്, പണിയുന്നവൻ ജനിക്കുമ്പോൾ പറയുക, ഞാൻ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയും തരും.
ഈ മറുകടങ്ങളിലെ ഗുപ്തനിധിയൊക്കെ 1 മണിക്കൂർ എടുത്ത് പറയേണ്ട സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഒന്ന് വിടുന്നു. നമുക്ക് പെട്ടെന്ന് പോകണം, ഇതിന് കാൽക്കുലേഷൻ ഉണ്ട്, എവിടെ കൊണ്ട് തീർക്കണമെന്നൊക്കെ അതിനാണ്. അപ്പം ഇനി ഒറ്റ വാക്കിൽ പറയാം, അന്ന് രാത്രി ബാബിലോൺ തകർന്നു. മേദ്യനായ ദാര്യാവേശ് അവന് പകരം രാജാവായി. 5-ാം അധ്യായം അങ്ങനെ തീരുന്നു, 6 ഇങ്ങനെ തുടങ്ങുന്നു. ദാര്യാവേശിന് മനസ്സിലായില്ലേ? അപ്പച്ചൻ മരുമോനും അപ്പച്ചനും ചേർന്ന് അടിച്ചൊതുക്കിയിട്ട് രാജ്യം അപ്പച്ചനും കൊടുത്തു. അവർ ഞങ്ങൾ ഉടക്കാനൊന്നും പോയില്ല. കാരണം മരുമോനറിയാം കുറേ നാൾ കഴിഞ്ഞ് രംഗവും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രായമുള്ളൊരു അപ്പച്ചനുണ്ട്. ഇപ്പോൾ മോൻ്റെ സ്കൂളിൽ നിന്ന് കുറേ കൂട്ടുകാരെല്ലാം വന്നിട്ട് അപ്പച്ചനെ ഇവരോട്ടെങ്കിലും നോക്കിയാൽ പുള്ളിക്ക് ആ വീട്ടിൽ തന്നെ ഇരിക്കുക, നല്ല ക്ഷീണിതനാണ്. അതൊരു പയ്യൻ ഈ അപ്പച്ചൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞ അപ്പച്ചനല്ല, ഇത് വേറെ അപ്പച്ചൻ. ഈ അപ്പച്ചനോട് ഈ മോൻ പറയാ, അപ്പച്ച ഞങ്ങൾ പോവാ, താമസിക്കാതെ ഞങ്ങൾ ഒന്നുകൂടെ വരുമെന്ന്. രണ്ടു മൂന്ന് തവണ അതും ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ഒന്നുകൂടെ വരുമെന്ന് എന്ന് പറഞ്ഞല്ലേ. ഇയാളിൽ അന്ന് ഈ സാമ്രാജ്യം തകർന്നാൽ പിന്നെ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് തകർന്നു, അത്ര ഉള്ളൂ. ഇവിടെ വിഷയം അതല്ലെന്നേ. ആ തകർന്ന് കിടക്കുന്ന കാഴ്ച കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ പറയുന്നു? ബൈബിളിൽ തന്നെ കാണിക്കാം. ആ തകർന്ന് കിടക്കുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കൊന്ന് കാണണം. യെശയ്യാപ്രവചനം 13:19 മുതൽ പെട്ടെന്ന് വായിച്ചത്. രാജ്യങ്ങളുടെ മഹത്വം. ഇത് യെശയ്യാ പറയുന്ന കേട്ടോ. ബാബിലോൺ അതിന്റെ പ്രതാപഘട്ടത്തിലേക്ക് കുതിക്കവേ പ്രവാചകൻ പറയുക, രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ. ദൈവം സോദോമിനെയും ഗോമോറയും മരിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. സോദോം ഗൊമോറ നശിച്ചതുപോലെ ബാബിലോണെ നീ നശിക്കും, ദൈവം നിന്നെ നശിപ്പിക്കും. അതിലൊരു നാളും കുടിപ്പാർക്കുണ്ടാകിയില്ല. പിന്നെ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. പിന്നെ അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കയില്ല. അതൊന്ന് നോട്ട് ചെയ്തേ. എന്തൊക്കെ വായിച്ചേ? 20-ാം വാക്യല്ലേ? അതെ. അത് പിന്നെ വേണം, പൊക്കോട്ടെ. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. പിന്നെ മരുമൃഗങ്ങൾ അവിടെ കിടക്കും. എനിക്ക് ഇത് മിക്കാറും പേര് തെറ്റിച്ച് വായിക്കുക. ആന്റി വളരെ കറക്റ്റായിട്ടാണ് വായിച്ചത്. ഒരിടത്തൊരു സൗകര്യം വായിക്കുക, മരുമകൾ അവിടെ കിടക്കും. കേട്ടാൽ ചിലർക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞുവിടാൻ പറ്റും അല്ലേ? മരുമൃഗങ്ങൾ അവിടെ കിടക്കും. പിന്നെ അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. അവരുടെ വീടുകളിൽ മുമ്പേ കണ്ട വീടൊക്കെ പറഞ്ഞില്ല ഞാൻ, നെബൂഖദ്നേസർ പണിതേ. ഇതിലിപ്പോൾ ആര് വസിക്കുന്ന? മൂങ്ങ നിറയും. നമ്മളവിടെ ഒന്നും മിണ്ടാതെ, എത്ര ദൂത് കേട്ടാലും മിണ്ടാതിരിക്കുന്ന ഒരച്ഛനുണ്ട്. ഒരു പ്രവാചകൻ ദൂത് പറയുമ്പോൾ ഞാൻ കേട്ടില്ല, പറഞ്ഞു കേട്ടതാ, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലുള്ള മകനെ നിന്നോടാ സംസാരിക്കുന്നത്. പറഞ്ഞ ബൈബിളുമായി സകല കാര്യമല്ലേ? ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലുള്ള മകനെ നിന്നോടാണ് ഇന്ന് പോലും സംസാരിക്കുന്നത്. എന്നിട്ടും പുള്ളി തിരിഞ്ഞില്ലെന്നാണ്. ചില ആളുകൾ അങ്ങനെ ഉണ്ടേ. അപ്പോൾ ഇവരുടെ വീടുകളിൽ മൂങ്ങ, ഇത്രയും നല്ല വീട്ടിൽ മൂങ്ങ. പിന്നെ അടുത്ത ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഇയാളുടെ ഈ വാസസ്ഥലമൊക്കെ ഒത്തിരി പറയണ്ട, മണിക്കൂറെടുത്ത് പറയണ്ട. ഇയാൾ കിടക്കുന്ന കട്ടില് ഒലിവ് മരത്തിൻ്റെ തായ്തടിയിൽ 101 ആശാരിമാർ 101 ദിവസത്തെ തച്ചുപണി കൊണ്ട് വിദഗ്ധമായി പണി കഴിപ്പിച്ച സപ്രപഞ്ച കട്ടിലില്ല രാജാവ് കിടക്കും. അവിടെ ഇപ്പം മൂങ്ങയും ഒട്ടകപ്പക്ഷി. പിന്നെ ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. പറഞ്ഞു ഒരു കാര്യം ഓർക്കാതിരിക്കാൻ വയ്യ. ഞാൻ യോഗങ്ങൾക്ക് പോയി എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പാട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല. നോർമലായൊരു പാട്ടാണ് പ്രശ്നമില്ല. അബ്നോർമലാണ് നമുക്ക് കേൾക്കാൻ വലിയ പാടാണ് ചില കാര്യങ്ങൾ. കാരണം ഈ പാട്ട് പാടുന്നത് നമ്മുടെ സ്വഭാവം കറക്റ്റാണ്. പാട്ട് പാടുന്നവർ അവരെ പാടുന്നതിനേക്കാൾ ഇവർക്ക് ഇഷ്ടം നമ്മളെ കൊണ്ട് ആരാധിപ്പിക്കാനാണ്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം, വണ്ടിയുടെ വൈപ്പർ പോകും.
ഇടയ്ക്ക് ഒരു അപ്പച്ചൻ പറയുന്നത് കേട്ടോ, നീ ഇച്ചിരി കൊട്ടൻ ചുക്കാതിതാ ഞാൻ തേച്ചിട്ട് യോഗം കഴിഞ്ഞ് ഒന്ന് കുളിച്ചോളാം, അവിടെ ചെന്നാൽ നല്ല എക്സസൈസ് കിട്ടും. ഇതെന്തിനാ നമ്മളെ കൊണ്ടല്ല ഇങ്ങനെ ചെയ്യിക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടി അല്ലേ? കോട്ടത്തിൽ ഞാൻ ചെന്നാ അപ്പം ഞാൻ ആ സൈഡിൽ ഇരുന്നപ്പോൾ അവരോർത്തു അവിടെ ഇരുത്തണ്ടെന്നോർത്ത് തന്നെ ഇവിടെ ഇരുത്തി, പിടിച്ചവിടെ ഇരുത്തി. അപ്പം ഞാൻ കുറേ കിട്ടി ഇവർക്ക് ശല്യം ഉണ്ടാകണ്ടെന്നോർത്ത് അങ്ങോട്ട് മാറിയിരുന്നു. അപ്പം എന്നെ വീണ്ടും പിടിച്ച് അവിടെ ഇരുത്തി. അവനെ ദേവാലയത്തിൽ ഇരുത്തുമാറുണ്ടോയെന്ന് പറഞ്ഞോടെ അങ്ങോട്ട് മാറ്റി ഇരുത്തി. ഒരു കൊച്ചു പയ്യൻ അവിടെ പാടാൻ. അതിനൊരു രൂപം എന്ന് പറഞ്ഞാൽ ഒരു ക്രീം കളറുള്ള ഒരു ജീൻസ് ആയിട്ടിരിക്കുന്നത്, അതിൽ കുറേയേറെ വള്ളിയുണ്ട്. ഞാനടുത്ത് ഇത് കഴിഞ്ഞവൻ ചമ്പൻ പറിക്കാൻ പോകുന്നു. അതുപോലെ പോക്കറ്റ് ചമ്പൻ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടൊന്നുമല്ല, ഒത്തിരി പോക്കറ്റുണ്ട്, ഒത്തിരി വല്ലാതായി പോകുന്നു. ഇവൻ ഇതുകൊണ്ട് പാട്ടുകൊണ്ട് തൊഴിൽ ചെയ്തൊരു മോശമൊന്നുമല്ല, എന്നാലും ഇത്രയും പോക്കറ്റ് വരുമ്പോൾ ന്യായമായിട്ട് ജീവിക്കാനുള്ള പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ടൊക്കെ പാടി ഈ മൈക്രോഫോണൊക്കെ പിടിച്ചിട്ട് ഇത് ഇങ്ങനൊരു പിടിയാണ്. ഈ പായസം ഫിനിഷ് ചെയ്യുമ്പോൾ കുടിക്കുന്നവല്ല. ദേവാലയത്തിലെ തിരിച്ചില കീറിയതൊക്കെ പറയുമ്പോഴേ ഇതിങ്ങനെ അങ്ങോട്ട് കറക്കി എടുത്ത് ഇങ്ങനൊരു പിടിയാണ്. അങ്ങനെ പിടിക്കുന്നു, ഗോഷ്ഠികൾ ഓരോന്ന് കാണിക്കുന്നു. എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കും. ഇവനേതാണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ ഇവൻ വന്നതിൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഈ നാളികേരം വിളഞ്ഞതാണോ നോക്കുന്ന പോലെ 5-6 പിടി. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ. ഞാനിത് ഗ്രാമറില്ലാത്ത ഇംഗ്ലീഷ് എല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുക, ഇതെന്തോ കളിയാണ്. ഇപ്പോഴേക്ക് ഞാനങ്ങനെ ഈ മുടി ഇതുപോലെ ആക്കി വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക സൂര്യോദയം പോലെ. പിന്നെ ആ വെളിപ്പാട് പ്രസംഗിക്കണ്ട, വാക്യം വായിച്ചാൽ മതി. 7 തലയും 10 കൊമ്പും, കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഇതേ ഒരവസ്ഥയാണ്. കൈ വിട്ടു, മൊത്തം പറയാൻ നേരമില്ല. കൈ വിട്ട് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, തൊക്കുരോഗം വല്ലതും ഉണ്ടോ? പിന്നെ എന്നെ പിടിച്ചോണ്ട് പറയാം, പകരട്ടെ 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 പകരട്ടെ. എന്തൊക്കെ അവസ്ഥയാണ്. ഇവിടെയും പ്രോഗ്രാം ഇല്ലാത്തതിൻ്റെ കാര്യം പറയാ. അവിടെ ഭൂതങ്ങൾ നൃത്തം ചെയ്യും. പിന്നെ അവരുടെ അരമനകൾ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങൾ കുറുനരികളും ഓളിയിടും. അവിടെ ഒരു കാര്യം പറയണ്ട. നിങ്ങളെ ഇറാഖിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ അവിടെ ഈ സ്ഥലം കാണാം. അവിടെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനുണ്ട്, ദ സിറ്റി ഓഫ് ബാബിലോൺ. നമ്മളിന്ന് ഇറങ്ങുമ്പോൾ ഗൈഡ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരും. അദ്ദേഹം ഒരു കാര്യം പറയും, ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു പഴയതാണ്, ഇപ്പോൾ പുതുക്കുമെന്ന് നമുക്കറിയില്ല. ഒരു സ്റ്റേഷൻ മാസ്റ്ററും 2 പോലീസുകാരും ഒക്കെ ആയിട്ട് ഭയങ്കര ദയനീയമാണ്. മനുഷ്യന് കാര്യമായിട്ടില്ല. പഴയ ആ സ്ഥലമാണ്, ഈ പറഞ്ഞ സ്ഥലം. വണ്ടിയിൽ കയറുമ്പോൾ അവർ പറയും വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ താത്ത് ഷട്ടർ ഇട്ടേക്കണം, ഒരു തരത്തിലും തുറക്കാൻ പാടില്ല. അപ്പോൾ ഈ ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കാം. വാഹനം ഇങ്ങനെ ഗൈഡ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിലേക്ക് പോകുന്ന ഈ പോക്കിൽ നമുക്ക് കാണാം തകർന്നടഞ്ഞു കിടക്കുന്ന പഴയ ബാബിലോന്യ കോട്ടയുടെ പടുകൂറ്റൻ കല്ലുകൾ ചിതറിക്കിടക്കുന്നത്, നിരവധി സിംഹക്കുഴികൾ, പീഡനമുറികൾ, പീഡന ഇടങ്ങൾ, തീച്ചൂളകൾ, ദൈവപുരുഷന്മാരെ ഇട്ട് വേദനിപ്പിച്ച ഇടങ്ങൾ, അതെല്ലാം കാട് പിടിച്ച് കിടക്കുക. കുറേ ദൂരം മണിക്കൂറുകൾ കണ്ട് 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 തിരിച്ചു വരുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിലൊന്ന് പുറത്തിറങ്ങാം. അപ്പോഴേക്കൊരു കാര്യം പറയും, പെട്ടെന്ന് തിരിച്ചു വരണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കുറേ മരുഭൂമിയിലെ പാമ്പ്. എന്തിനാണ് ഡോറടയ്ക്കണമെന്ന് പറഞ്ഞു കേട്ടില്ലേ? നരിച്ചീറുകൾ, കടവാതിലുകൾ, മൂങ്ങകൾ, ചെന്നായ്ക്കൾ വണ്ടിയിൽ കയറും, നമ്മുടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കും. അല്പം അങ്ങോട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന പോലെ എല്ലായിടത്തും ഒരു മഞ്ഞ് വീഴ്ച. ആ മഞ്ഞ് വീഴ്ചയിൽ ഒന്നും കാണാനാവാത്തൊരവസ്ഥ. ഒരു വല്ലാത്ത ഭീകര ശബ്ദം ഈ കുറ്റിക്കാട്ടിനുള്ളിൽ നിന്ന്. മൃഗങ്ങളുടെയൊക്കെയാ. അപ്പം അതിനെന്താ പറഞ്ഞേ? അവിടെ മൂങ്ങകളുടെ ശബ്ദം. നരിച്ചീറുകളും കടവാതിലുകളും ചിറകിട്ടടിച്ച് ഭൂതങ്ങൾ നൃത്തം ചെയ്യുന്ന ഒരു പ്രേതക്കാവ് പോലെ ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രവചിച്ചതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്ത് ആ നഗരമോടെ കിടക്കിയ ഒരു കാലഘട്ടത്തിൽ ദൈവമക്കളെ വിറപ്പിച്ച, ആ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കെതിരെ നിലപാടുകൾ എടുത്ത സാമ്രാജ്യാധിപതികളുടെ മുട്ടുകിടുങ്ങുമാറ്, അവർ തകർന്നു പോകുമാറ് അവരെ മുട്ടുകുത്തിച്ച വചനം. ഹല്ലേലൂയ. ഇത്രയും വ്യക്തമായി. പക്ഷെ പ്രശ്നം അതല്ല.
ഇന്നലെ വായിച്ചു തുടങ്ങിയ വചനം ഓർക്കുന്നുണ്ടാവും. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞിട്ടു. ഇങ്ങനെ ബാബിലോന്യ മഹാനഗരത്തെ എറിഞ്ഞു കളയുന്നു അല്ലേ. പണ്ടേ അത് നശിച്ചു, ഒരു നാളും കുടിപ്പാർപ്പില്ല. 20-ാം വാക്യത്തിൽ പറഞ്ഞു, അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. എന്തുകൊണ്ടാ? ആ നഗരം പുതുക്കി പണിയാൻ ശ്രമിച്ച അവിടുത്തെ ഭരണാധികാരി സദ്ദാമിന് അത് പണിയാനൊന്നും പറ്റിയില്ല. വചനത്തിൻ്റെ നിവൃത്തിയാണ്. സ്തോത്രം. ആ നഗരം ഇന്നും കിടക്കുകയാണ്. സദ്ദാം മരിക്കും മുമ്പ് ഞാൻ പ്രസംഗിച്ച ഇത്തരം വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. അതിൻ്റെ അടിയിൽ ദൈവമക്കളൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് പറഞ്ഞതെന്നറിയണ്ടേ? ഈ പുസ്തകം കാലത്തോട് ഇടപെട്ടൊരു രീതിയുണ്ട്. അണുവിട തെറ്റാതെ അത് ഇന്ന് ഈ നിമിഷം വരെ വന്നെങ്കിൽ ഇതിലെ ഒരു വാഗ്ദത്തം മതി നമ്മളൊന്ന് ജീവിക്കാൻ. മൃതപ്രായ അവസ്ഥയിൽ നമ്മളൊന്ന് കുതിച്ചെഴുന്നേൽക്കാൻ ഈ ധൈര്യം മതി, ഈ ബലം മതി, ഈ ശക്തി മതി. ഹല്ലേലൂയ. നമുക്ക് അവസാനിപ്പിക്കണം. നാളെ നമുക്ക് പ്രാർത്ഥന ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടി നാളെ പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിച്ചു വരണം. ദൈവത്തിൻ്റെ മഹാനിയോഗം നാളെ നമുക്ക് ആസ്വദിക്കാനുണ്ട്. ദൈവത്തിൻ്റെ അതിരറ്റ അളവറ്റ കൃപയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. കേവലമായി ക്ലാസ് പഠിച്ചോ പ്രസംഗിച്ചോ പോവല്ല. കർത്താവ് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരാളും വരരുത്. അപ്രതീക്ഷിതമായ ചില ജീവിതങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുകയും ദേശത്ത് ഇതുവരെ കാണാത്ത ചില പരിവർത്തനങ്ങൾ, ചില ട്രാൻസ്ഫോർമേഷൻ്റെ അവസ്ഥകൾ തമ്പുരാൻ ചെയ്യേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. ദൈവം ഇടപെട്ടിരിക്കും. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ ചിലരിൽ പതിയും. വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ദൈവത്തിന് വേണം പ്രസംഗകരെ. എന്നൊക്കെ ഇങ്ങനെ ആളുകളെ വിളിച്ച് ക്ലാസ് എടുക്കാതെ ഇവിടെ തന്നെ എഴുന്നേൽക്കണം ചില ദൈവാസന്മാർ. കേരളത്തിലൊക്കെ സംവാദം ഉണ്ടോയെന്ന് ദൈവാസന്മാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആവശ്യമില്ല, പിള്ളേരെല്ലാം പഠിച്ചു. വേണ്ടെന്ന്. ശക്തിയായിട്ട് അടിക്കാൻ, ആളെന്ന് തൂക്കി കുറിച്ച് അടിക്കാൻ പ്രാപ്തരായ നിരവധി പേരങ്ങ് പുറപ്പെട്ടെന്ന്. ഒരു പടപ്പുറപ്പാട് അങ്ങോട്ട് വരുമ്പോൾ വചനം പറയാ, ഏലിയാവിൻ്റെ വാലിന് തെറ്റി ഒഴിഞ്ഞവനെ ഏലിശ പിടിക്കും, ഏലിശയുടെ കയ്യിൽ നിന്ന് പോകുന്നവനെ ഏവു പിടിക്കും. ആ സംഗതി അങ്ങനെ മാറും, സ്ഥിതിവിശേഷം മാറും. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇതാണ്. അതിലൂടെ പറയുമ്പോൾ സമയത്തും അവരെ ഈ ബാബിലോൺ തകർന്നു, അവിടെ പണിയാതെ കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ യോഹന്നാൻ പുതിയ നിയമത്തിൽ 2000 ആണ്ട് മുമ്പ് ഈ സംഭവത്തിന് ഒരു 600 കൊല്ലങ്ങൾക്ക് ശേഷം പറയും, 700ഓളം കൊല്ലങ്ങൾക്ക് ശേഷം പറയുക, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ. അല്ലെങ്കിൽ അത് 10-ാം വാക്യാണ്. 21 പറയാം, ബാബിലോണിനെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു കളയും. അത് ഏത് ബാബിലോണാണ്? എന്തായിരിക്കും? ഇപ്പോഴാണ് നമ്മൾ ഇന്നലെ വായിച്ച വാക്യത്തിൻ്റെ മുനമ്പത്തെങ്കിലും എന്ന് എത്തിയത്. ബോധ്യമായോ? സംശയം വന്നോ? അത് പറഞ്ഞ് ഇന്ന് കൺക്ലൂഡ് ചെയ്താൽ നാളത്തെ പണി എളുപ്പമാണ്. 10 മിനിറ്റ് കൂടെ നമ്മുടെ മുന്നിലുണ്ട്, 13 മിനിറ്റ് ഉണ്ട്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഒരു വചനം വായിക്കാം. ചരിത്രത്തിലേക്ക് ബാബിലോൺ വീണ്ടും ഇതാ മടങ്ങി വരുന്നു. അത് ഇറാഖിനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, നമ്മുടെ പ്രതീക്ഷകളെ അത്ഭുതപ്പെടുത്തുമാറ് മിഡിൽ ഈസ്റ്റ് മുഴുവൻ രൂപപ്പെടുന്നൊരു പുതിയ വ്യാവസായിക വാണിജ്യ ശൃംഖല ശക്തിപ്പെടുന്നു. ഇതെല്ലാം പറയാൻ നേരമില്ല, പല പരിമിതികളുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷെ അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് വേണമല്ലോ. ഒരു വചനം വായിച്ചോളൂ. സക്രിയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. സക്രിയ 5:5 ഓൺവേഡ്സ്. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിനെ സക്രിയ ഒരു ദർശനം കണ്ടു. സക്രിയ ദർശനം കണ്ടു. ദൂതൻ പറഞ്ഞു, ഈ ദർശനം ഒന്ന് കണ്ടു. കണ്ടപ്പോ അതെന്തെന്ന് ഞാൻ ചോദിച്ചതിനെ പുറപ്പെടുന്നതായോ രേഫ എന്ന് അവൻ പറഞ്ഞു. എന്താ ദർശനത്തിൽ കണ്ടത്? പുറപ്പെടുന്നതായ ഏവ എന്ന് പറഞ്ഞെന്താ? കന്നാലിയാണോ പക്ഷിയാണോ? സാധനം വായിച്ചിട്ടില്ലേ? ഏവ. സംഗതി ഇത്രേ ഉള്ളൂ. ഒരളവ് പാത്രം, ഒരു പാത്രം. പണ്ടത്തെ ഓർക്കുന്നില്ലേ? പാടം 1 പറ. ആ പറ തന്നെയാണ് ഏവ.
അതുകൊണ്ട് കൊളുത്തൊക്കെ ഉള്ള പുതിയ പിള്ളേർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു മൊഴിമാറ്റം നടത്താം. ഒരു ചെറിയ ബിരിയാണി ചെമ്പ്, ഇത്രയും നേരത്തേക്ക് ഇതെടുക്കാവുള്ളൂ. ഈ കൊളുത്ത് രണ്ടെണ്ണമുള്ള ഒരു ബിരിയാണി ചെമ്പ് ദർശനത്തിൽ കണ്ടു. അത് സർവദേശത്തിനുമുള്ള അവരുടെ അകൃത്യമെന്ന് അവൻ പറഞ്ഞു. ഈ പാത്രം സകല ദേശത്തിലുമുള്ളവന്റെ അകൃത്യം അഥവാ പാപം. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങി പോകുന്നതും അവിടെ ഏഭയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഈ പാത്രത്തിന്റെ അടപ്പാണ്, ബിരിയാണി ചെമ്പിന്റെ അടപ്പാണ് ഒരു ഈയപ്പലക. അത് പൊങ്ങി പോകുന്നതും ആ പാത്രത്തിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കും. ഈ സ്ത്രീ ഇതൊക്കെ ചുമ്മാ വിളിച്ച കേരളത്തിൽ ചെന്ന കേസാവും. അതുകൊണ്ട് ഞാൻ അർഹിക്കുന്ന ആദരവ് കൊടുത്ത് പറയാം, ആ പാത്രത്തിൽ ഒരു ആൻറ്റി ഇരിക്കും. അളവ് പാത്രമല്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഒരു പാത്രം എണ്ണ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാത്രം ആൻറ്റി അളന്ന് തൂക്കിയെടുക്കാൻ പറ്റി ഒരു സ്ത്രീ ഇരിക്കും. ഇതൊക്കെ പണ്ട് നമ്മൾ പഠിച്ചല്ലേ, അത് അനങ്ങാതിരിക്കുക നമ്മുടെ അല്ലേ, ഒരു മിണ്ടായിരിക്കുക അല്ലേ, നമ്മുടെ പഴയൊരു കക്ഷിയാണ് അവിടെ പഠിക്കുക. 40 ദിവസം പഠിച്ചല്ലേ. ഉണ്ടോ ചോദിച്ചു പഠിച്ചാൽ ഞാൻ പോയാലും ഇവിടെ ആളുണ്ട്. അപ്പോൾ അളവ് പാത്രം, അതിനകത്തൊരു സ്ത്രീ ഇരിക്കുന്നു. പിന്നെ ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ, അമ്മാമ്മയുടെ പ്രത്യേകത അതാരാ? ദുഷ്ടത. പിന്നെ അവളെ ഏഭയുടെ അകത്താക്കി ഈയപ്പല കൊണ്ട് അടച്ചു. ഇവിടെ ശരിയല്ല, ദുഷ്ടകൃത്യമേ അവൾ ചെയ്യൂ എന്ന് പറഞ്ഞ് അവളെ ഏഭയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ടടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. 2 സ്ത്രീകൾ പുറത്തു വരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഭയെ പൊക്കിക്കൊണ്ടുപോയി. അവർക്കൊരു ചിറകിൽ കാറ്റുണ്ടായിരുന്ന രാജ്യമില്ലേ? ആരോട് ചോദിച്ചിട്ടാ അവരെ ചിറകും കാറ്റുമൊക്കെ കളഞ്ഞ്? അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, ചിറകിൽ കാറ്റുണ്ടായിരുന്നു. പറക്കുന്ന സ്ത്രീകൾ 2 പേര്. അവർ 2 ചേർന്ന് ഈ പാത്രം പൊക്കിക്കൊണ്ട് ഏഭ എടുത്തുകൊണ്ട് പറന്നുപോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കൂടി പറന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഭയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിന് അവൻ ശീനാർ ദേശത്തെ. എവിടാ പോകുന്നത്? ശിനാർ ദേശത്തേക്ക് ഞാൻ അകൃത്യത്തിന്റെ പാത്രത്തെ, ദുഷ്ടതയെ അതിനകത്താക്കി അടച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നു. എന്തിന്? വായിച്ചു. ശീനാർ ദേശത്തെ അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. കണ്ട, ഒരു വീട്, ദുഷ്ടതയ്ക്കൊരു പെർമനന്റ് ഇരിപ്പിടം. മെസപ്പൊട്ടേമിയ കേന്ദ്രീകരിച്ചൊരു വാണിജ്യ ഏഭ, അളവ് തൂക്ക പാത്രത്തിനുള്ളിൽ പാപവും ദുഷ്ടതയും ഒരുമിച്ച് ചേർന്ന് ലാൻഡ് ചെയ്ത് ഒരു വലിയ ക്രയവിക്രയം. പെട്ടെന്നൊന്നുകൂടെ വായിച്ചു പോകാം, അതുകൂടെ വായിച്ചു നിർത്താം. വെളിപ്പാട് 18:10. അവിടെ എന്തെല്ലാം വിറ്റഴിയും, എന്ത് കടയാണ് അവിടെ രൂപപ്പെടാൻ പോകുന്നത്? മിഡിൽ ഈസ്റ്റിൽ പാർക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാൾ പെട്ടെന്ന് മനസ്സിലാകുന്ന വേദഭാഗം വായിച്ചു. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ഏഭയുടെ പാത്രം അവിടെത്തി. വീണ്ടും ഒരു നഗരരാഷ്ട്രം വാണിജ്യ തലസ്ഥാനം കെട്ടിപ്പടുത്തു കഴിയുമ്പോൾ വിറ്റഴിക്കാൻ പോകുന്ന വസ്തുക്കളെ കുറിച്ച് പറയും മുമ്പ് പറയാ, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി. അവിടെ നിൽക്ക്. ലോകത്തിലെ ഏറ്റവും നല്ല ജൂവലറികൾ, പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, ജുവൽസ്, ഏറ്റവും നല്ല ജുവൽസ് ഈ ഭൂപ്രദേശത്ത് വിറ്റഴിക്കും. ലോക്കൽ കടകൾക്ക് പിടിച്ചു നിൽക്കാനാവാത്ത വിധത്തിൽ വാണിജ്യത്തിന്റെ രീതി മാറും. അതൊക്കെ നാളെ ഞാൻ വിശദീകരിക്കാം. പിന്നെ കിട്ടുന്ന ഉൽപ്പന്നം പറഞ്ഞു, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മേത്തരമായ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വരാൻ പോകുന്ന ആ വാണിജ്യ വ്യവസ്ഥയിൽ ലഭ്യമാകും. പിന്നെ
ചന്ദനത്തരങ്ങൾ, ആ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, ആ. വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലുകൊണ്ടുള്ള ഓരോ ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടത് നിർമ്മാണ കലയുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായ ഉൽപ്പന്നങ്ങളുടെ വിപണി സിനാർ ദേശത്ത് രൂപപ്പെടും. അതിനെക്കുറിച്ചുള്ള വചനമാണ് വായിച്ചത്. പിന്നെ ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, ഏറ്റവും നല്ല പെർഫ്യൂംസ് ആൻഡ് സ്പൈസസ് ഇവിടെ വിൽക്കപ്പെടും. ആ വിൽക്കപ്പെടുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വായിച്ചത്. പിന്നെ വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്. അങ്ങനെ പോയില്ലേ, ഏതായാലും ഞാൻ വന്നുപോയില്ലേ, നിർത്താറായി എനിക്കറിയാം. എന്നാലും വീഞ്ഞ് മദ്യത്തിന്റെ പ്രതീകം, വീഞ്ഞ് എണ്ണ ഇന്ധനത്തിന്റെ പ്രതീകം. പിന്നെ അടുത്തത് നേരിയ മാവ്. അതൊക്കെ നാളെ പറയാം. നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, മനുഷ്യന്റെ ദേഹം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്കിനി ആരും വാങ്ങായികയാൽ. ഇതെല്ലാം വിറ്റഴിക്കപ്പെടുന്ന ഒരു വാണിജ്യ ശൃംഖല, ലോക വാണിജ്യ കേന്ദ്രം നമ്മുടെ കൺമുമ്പിൽ ഉയർന്നു വരുന്നത് കണ്ടോണം. ഇതൊക്കെ പതുക്കെ യൂട്യൂബിലിട്ടു. ഇത് പ്രവചനം സ്ഥിരീകരിക്കുക. നിങ്ങളെ എൻ്റെയും കൺമുമ്പിൽ ദൈവം ആയുസ് തന്നാൽ കണ്ടിട്ടേ പോകൂ. ഹല്ലേലൂയ. 666 എന്ന മാന്ത്രിക സംഖ്യയിലൂടെ ക്രയവിക്രയം നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു എന്ന് അന്തസ്സോടെ ചുറുചുറുക്കോടെ യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ, യോഹന്നാൻ ഒരു കലാലയത്തിൻ്റെ പടിത്തിണ്ട കാണാൻ ഭാഗ്യം കിട്ടാത്ത ബേസൈദ കടൽക്കരയിലെ ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അവൻ കണ്ടെത്തിയ യേശു വലിയവൻ, കർത്താവ് ശക്തൻ. അതുകൊണ്ട് ആ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, വരിക എന്ന് പറഞ്ഞ് ഈ കാലഘട്ടം വരെ നടന്നതും നടക്കാനിരിക്കുന്നതുമായ സംഭവ വികാസങ്ങളുടെ ഒരു ചീളങ്ങോട്ട് അഴിച്ച് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് തെളിയിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്നിവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവവൈദ്യങ്ങളെ, ഇഹലോകം കൊണ്ട് തീരുന്നതല്ല ഒരു വിശ്വാസിയുടെ ജീവിതം. വരാനിരിക്കുന്ന ഒരു നിത്യത ഈ പുസ്തകം കൃത്യതയോടെ പ്രവചിക്കുന്നെങ്കിൽ, അത് വിളിച്ചറിയിക്കുന്നെങ്കിൽ, ഇന്ന് മരിച്ചാൽ എൻ്റെ നിത്യത എവിടെയെന്നുള്ള ഉറപ്പ് പ്രാപിക്കാതെ ഒരാളും ഇവിടെ വിട്ടു പോകാൻ പാടില്ല. എൻ്റെ കർത്താവിനോട് കൂടെ ഭവനത്തിൽ ചെന്ന് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, ജന്മം തന്ന അപ്പനമ്മമാരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, ലാളിച്ചു വളർത്തിയ കുഞ്ഞുങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു പ്രത്യാശ. ആ പ്രത്യാശ എന്ത്? നിത്യതയിൽ വീണ്ടും കാണാമെന്നുള്ള ആ മനോഹരമായ പ്രത്യാശ ഈ നാളുകളിൽ കാഹളം ധരിക്കും. ദൈവത്തിന്റെ മക്കൾ വെള്ളരി പ്രാവുകളെ പോലെ പറന്നനന്തമായ വിഹായത്തിലേക്ക് കുതിച്ചു പൊങ്ങുന്ന ആ മനോഹാരിതയുടെ നാളുകൾക്ക് ആക്കം പകരുന്ന ചിന്തയാകട്ടെ ഈ രാത്രി ദൈവവചന പോഷണം. അതിനുവേണ്ടി വീണ്ടും കാതുകുറിപ്പിക്കാം.